ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വാക്യം വായിക്കാം. ഹോശിയ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കാം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് കൃത്യമായി സംസാരിക്കും. മതി, ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സന്ധ്യയ്ക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. സന്നിധി ബോധം നൽകുവാൻ ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. പ്രിയപുത്രനെ ഞങ്ങൾ കൂടി മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ നല്ല സന്ധ്യാസമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച് മാണിച്ചനെയും എനിക്ക് ബഹുമാനമാണ്. മിക്ക യോഗങ്ങൾക്കും അദ്ദേഹം വിളിക്കുന്നു, ശുശ്രൂഷിപ്പാൻ അവസരം തരുന്നു. അതോർത്ത് ദൈവത്തിന് മഹത്വം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ഒന്ന് ശാന്തമായിട്ട് ചിന്തിക്കാം. ഇവിടെ പോലീസ് അധികാരികളും വന്നിട്ടുണ്ട്. അത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തുകൊണ്ടായിരിക്കും കൺവെൻഷനാന്ന്. എങ്കിൽ ഇവിടെ നിയമം അനുസരിച്ച് എല്ലാവരും ഇരിക്കുന്നത്. അവര് സമയമൊക്കെ പാസ്റ്ററോട് പറഞ്ഞേച്ചാ പോയത്. അതുകൊണ്ട് നമ്മൾ ഇനിയും അധികാരത്തിന് കീഴ്പ്പെടണം എന്നൊരു വാക്യമുള്ളത് കൊണ്ട് നമുക്കതിന് വിധേയപ്പെട്ട് പോകാം. വലിയ ശബ്ദമൊന്നും എടുക്കരുതെന്ന അവര് പറഞ്ഞേക്കുന്നത്. നമുക്ക് ശബ്ദം കുറച്ച് പ്രാർത്ഥിക്കാനും അറിയാം, ശബ്ദം കൂട്ടി പ്രാർത്ഥിക്കാനും അറിയാം, പതുക്കെ പ്രസംഗിക്കാനും അറിയാം, ഉറക്കെ പ്രസംഗിക്കാനും അറിയാം, കൈ അടിക്കാതെ ഇരിക്കാനും അറിയാം, കൈ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനും അറിയാം. പൗലോസ് പറഞ്ഞ പോലെ നമ്മളെല്ലാം ശീലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി വളരെ ശാന്തമായിട്ടായിരിക്കും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. ശാന്തമായിട്ട് പറയുന്നത് കൊണ്ട് പുള്ളി കോവിഡ് ആയതുകൊണ്ട് പുള്ളിയുടെ കൃപയെല്ലാം പോയി. കഴിഞ്ഞ കൊല്ലം വന്നപ്പം നിലത്തും താഴെയല്ല നിന്നത്. കോവിഡ് ആയതുകൊണ്ട് പുള്ളിയുടെ കൃപയെല്ലാം പോയി എന്ന ഒരു ചിന്ത വേണ്ട. കർത്താവിന് മഹത്വം. നമുക്ക് വളരെ ശാന്തമായിട്ട് അല്പസമയങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വളരെ ലളിതമായിട്ട് ചിന്തിക്കാം. അതിനാധാരമായിട്ട് നാം വായിച്ചത് ഹോശിയ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത് വാക്യമാണ്. ആട്ടെ, ദൈവദാസനെ ഒരിക്കൽ കൂടി ആ വേദഭാഗം ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. മതി, നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. ആട്ടെ, നമുക്ക് ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് ശാന്തമായിട്ടൊന്ന് ചിന്തിക്കാം. ഹോശിയ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത് വാക്യമാണ്. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. വേറെ പുസ്തകത്തിലെ പ്രവചന പുസ്തകങ്ങളെ രണ്ടായിട്ടാണ് തരംതിരിച്ച് പഠിക്കുന്നത്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. വലിയ പ്രവാചകന്മാരുടെ നിരയിൽപ്പെട്ട വ്യക്തികളാണ് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ ആദിയായ പ്രവചന ശുശ്രൂഷ ചെയ്യുന്നവർ, പ്രവചന പുസ്തകങ്ങൾ. ചെറിയ പ്രവാചകന്മാരുടെ നിരയിൽപ്പെട്ട വ്യക്തികളാണ് ഹോശിയ മുതൽ മലാക്കി വരെയുള്ളതായ പ്രവാചകന്മാർ. നാം ഈ സന്ധ്യയിൽ ചെറിയ പ്രവചന പുസ്തകമാകുന്ന ഹോശിയ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. ഈ ഹോശിയ പ്രവചനത്തിലെ പ്രതിപാദ്യ വിഷയം ഒറ്റവാക്കി പറഞ്ഞാൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ്. അത് വിശേഷിച്ച് എബ്രയീം ഗോത്രത്തെ പറ്റിയാണ്. എബ്രയീമിന്റെ ജനനം, വളർച്ച,
ജീവിതം, തൻ്റെ ജീവിതചര്യ, പാപത്തിന്റെ പട്ടിക, ആത്മീക നിലവാരം, അധപ്പതനം, ഒറ്റ വാക്കി പറഞ്ഞാൽ പിന്മാറ്റം, ഒടുവിൽ പിന്മാറ്റത്തെ ചികിത്സിച്ച് ഭേദമാക്കും. അങ്ങനെയാണ് ഈ അധ്യായങ്ങൾ പര്യവസാനിക്കുന്നത്. അപ്പോൾ എബ്രഹീം എന്ന ഗോത്രത്തെ പറ്റിയാണ് അതിലെ പ്രതിപാദ്യ വിഷയം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മളെടുത്ത വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഒരു ചിന്ത. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഇന്ന് രാത്രി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ വിഷയം മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളൊരു ചെറിയ സബ്ജക്റ്റാണ്. മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ട്. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു പാട്ട് പാടാം. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ, മരുഭൂപ്രയാണത്തിൽ കരുതും നീനക്കവൻ വേണ്ടാതെല്ലാം തളരാ നീടകാമേൻ കരുതും നീ ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സകജേ കർത്താവിന് മഹത്വം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ അല്പസമയം ചിന്തിക്കാൻ പോകുന്ന ഒരു ചെറിയ സബ്ജക്റ്റ് മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ്. എന്താണ് മരുഭൂമി? പുതിയ നിയമത്തിന്റെ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. മരുഭൂമി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സഭ, ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കൂട്ടം. അതാണ് ഈ മരുഭൂമി. അവിടെ അങ്ങനെ വ്യാഖ്യാനിച്ചാ പോകുന്നത് ഇന്ന് രാത്രി. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ വിഷയം മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഈ മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ട് എന്നറിഞ്ഞിട്ട് ഈ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്താൽ ഈ യാത്ര ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ യാത്രയാണ്. ഒന്നും അറിയാൻ മേലാതെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലോ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ തളർന്നു പോകും. പണ്ട് ഒരു യോഗത്തിന് പ്രസംഗം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ രണ്ട് പിതാക്കന്മാര് തമ്മിൽ സംസാരിക്കുക, പ്രായമുള്ള പിതാക്കന്മാരാ. അതിലൊരു പിതാവ് പുതിയ വിശ്വാസിയും മറ്റേ പിതാവ് പഴയ വിശ്വാസിയാണ്. അപ്പൊ ഈ പുതിയ വിശ്വാസിയാകുന്ന പിതാവ് പഴയ വിശ്വാസിയാകുന്ന പിതാവിനോട് പറയുക, ചാക്കോച്ച, പെന്തിക്കോസി വന്നപ്പോഴാ ഇത് ഉണ്ടെന്നറിഞ്ഞ്. എന്നതാന്ന് എനിക്കറിയാൻ മേല. ഇവര് തമ്മിൽ സംസാരിക്കുക, പെന്തിക്കോസി വന്നപ്പോഴാ ഇത് ഉണ്ടെന്നറിഞ്ഞു. അപ്പൊ പഴയ വിശ്വാസി അല്പനേരത്തെ മൗനത്തിന് ശേഷം ഈ പുതിയ വിശ്വാസിയോട് പറയുക, കീവറിച്ച ഇതെല്ലാം ഉണ്ടെന്നറിഞ്ഞോണ്ടാ ഞാൻ ഇതിനകത്ത് നിൽക്കുന്നേ. ഇപ്പൊ പിന്നീട് ബോധ്യപ്പെട്ടു, സഭയിൽ എന്തോ വിഷയത്തിൽ പ്രശ്നമായി, അങ്ങോട്ടും ഇങ്ങോട്ടും അലോക്യമായി, ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും കൈവച്ചു, അനാവശ്യം പറഞ്ഞു. അപ്പൊ പുതിയ വിശ്വാസി ഇത് കണ്ട് അന്തം വിട്ടുപോയി. അനാവശ്യം പറഞ്ഞേച്ച് കൈവച്ചു. പുതിയ വിശ്വാസി അന്തം വിട്ടുപോയി. അതാ പുള്ളി ചോദിച്ചത്, ഇത് ഉണ്ടോന്ന് ഇതിനകത്ത്. അപ്പൊ പഴയ വിശ്വാസി പറഞ്ഞു, കിവറിച്ച ഇതെല്ലാം ഉണ്ടെന്നറിഞ്ഞോണ്ടാ ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പൊ പഴയ വിശ്വാസിക്ക് അറിയാം,
പ്രാർത്ഥന മാത്രമല്ല, പ്രാർത്ഥന കഴിഞ്ഞ് അടിയും നടക്കുന്ന സ്ഥലം ഉണ്ട്. പ്രാർത്ഥന മാത്രമല്ല, ഇതിനകത്ത് പാര്. അതുകൊണ്ടല്ലയോ പേര് മാറ്റിയത്. പ്രാർത്ഥന മാത്രമല്ല, ഇതിനകത്ത് പാരയുണ്ട്. കുതികാല് വെട്ടും, കാല് വാരും, അനാവശ്യം പറയും, അസഭ്യങ്ങൾ പറയും, ആക്ഷേപിക്കും, ചെളി വാരി എറിയും. അപ്പൊ പഴയ വിശ്വാസിക്ക് അറിയാം ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടെന്ന്. അതാ പഴയ വിശ്വാസി പറഞ്ഞേ കിവറിച്ച ഇതെല്ലാം ഉണ്ടെന്നറിഞ്ഞോണ്ടാ ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. നമ്മളതിലെ നല്ല വശം എടുക്കാം. പുതിയ വിശ്വാസിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അദ്ദേഹം ഓർത്തത് ഇങ്ങനെ പാട്ടും പ്രാർത്ഥനയും ആരാധനയും അന്യഭാഷയും ഈ തുള്ളലും ചാട്ടവും തന്നെയാണ് ആ പുതിയ വിശ്വാസി ധരിച്ചത്. പഴയ വിശ്വാസിക്ക് അറിയാം ഇവനെല്ലാം തുള്ളി ചാടി വെച്ച് പിന്നെ തമ്മിത്തല്ലും ഉണ്ടാക്കും. ആരാധിച്ച് ആത്മാവ് നിറഞ്ഞ ചങ്ങോട്ട് പോയി അനാവശ്യവും പറയും. സ്തോത്രം. അതുകൊണ്ടാ പഴയ വിശ്വാസി പറഞ്ഞതെല്ലാം ഉണ്ടെന്നറിഞ്ഞുകൊണ്ടാ ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. അർത്ഥം ഇത്രയേ ഉള്ളൂ. അറിയാൻ പാടില്ല വ്യക്തി ഈ പ്രശ്നം വന്നപ്പോൾ ആകെ ക്ഷീണിച്ചു. എന്നാൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാമായിരുന്ന വ്യക്തി ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ക്ഷീണിച്ചില്ല, പുള്ളി ധൈര്യപ്പെട്ടു നിന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്താൽ ഇത് ആനന്ദത്തിന്റെ യാത്രയാണ്, ഇത് സന്തോഷത്തിന്റെ യാത്രയാണ്. ഈ യാത്രയിൽ ആരും ക്ഷീണിച്ചു പോകത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ചെറിയൊരു വിഷയം മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്ന്. ഞാൻ വാക്യങ്ങൾ ആദ്യം പറയാം, അന്ന് എടുത്തു വെച്ചിട്ട് ക്രമത്തിൽ ഒന്ന് വായിച്ച് സഹായിക്കണം. ദൈവത്തിന് മഹത്വം. മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ട്? ഉൽപ്പത്തി പുസ്തകം 21 വെപ്രാളം പിടിക്കേണ്ട പതുക്കെ മതി. ഞാൻ ഇന്ന് വളരെ ശാന്തമായിട്ടേ പറയുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ധാരണ നിൽക്കണം. വളരെ ശാന്തമായിട്ട് ഇന്ന് അങ്ങനെ ആയിരിക്കും ശുശ്രൂഷ. ഉൽപ്പത്തി പുസ്തകം 21:14, അതിന്റെ 19, പുറപ്പാട് 3:1-2 എടുക്കണം. പിന്നെ പുറപ്പാട് 3:18 എടുക്കണം. പുറപ്പാട് 5:1 എടുത്തോണം. പിന്നെ പുറപ്പാട് 15:22 മുതൽ 27 വരെ പിന്നെ വായിക്കണം. പിന്നെ പുറപ്പാട് 16:31 എടുക്കണം. മത്തായി 4:1 എടുക്കണം. ലൂക്കോസ് 4:1 എടുക്കണം. മർക്കോസ് 1:12-13 എടുക്കണം. മർക്കോസ് 1:3 എടുക്കണം. പിന്നെ 29-ാം സങ്കീർത്തനത്തിന്റെ 8 എടുത്തോണം. അപ്പൊ ഇതെടുത്ത് വെക്കണം. നമുക്ക് ക്രമത്തിൽ നമുക്കൊരു ധാരണ വേണം. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി മാണിച്ചാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ മാസ്ക് ഒന്ന് എടുത്തോട്ടെ. അല്ല, പോലീസ് ആരുണ്ട് എന്നെ പിടിച്ചോണ്ട് പോയാലോ? മാണിച്ചനോട് ചോദിച്ചു പോയവർക്ക് പിന്നെ വരാൻ മേലേ? ഉറപ്പാണോ? എന്നെ എങ്ങാനും പോലീസ് പിടിച്ചോണ്ട് പോയാലാ ഞാൻ? അപ്പോൾ നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം. വായിച്ച ഉൽപ്പത്തി പുസ്തകം 21:14. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. മതി. നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാ. ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, ദേവകൾ വണങ്ങിടും ദീനദയാൽ. സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ. ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, യേശു മഹേശനെ നാഗനിവാസനെ, യേശു മഹേശനെ നാഗനിവാസനെ.
ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ. ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ. മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ട്? അപ്പൊ ശ്രദ്ധിക്കുക, മരുഭൂമി എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത വിഷയത്തോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ സഭ. അപ്പോൾ ഈ മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ മരുഭൂമിക്കൂടി യാത്ര ചെയ്താൽ ഇത് ആനന്ദത്തിന്റെ യാത്രയാണ്, ഇത് സന്തോഷത്തിന്റെ യാത്രയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാം മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ട്. ഇനി ഒന്നുകൂടെ വായിച്ചാട്ടെ കർത്തൃദാസനെ, ഉൽപ്പത്തി പുസ്തകം 21:14. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടക്കുന്ന ഒരു സഹോദരി. സ്തോത്രം. തന്റെ തലമുറയാകുന്ന ഇശ്മയേലിന്റെ കൈക്ക് പിടിച്ച് വേദനയോടെ ഭാരത്തോടെ മരുഭൂമിയിൽ അലഞ്ഞ് ഉഴന്നു നടക്കുന്ന ഒരു സഹോദരി. ഞാൻ എപ്പോഴും പറയും, സാഹചര്യം പഠിച്ചാൽ ഹാഗാർ ഇങ്ങനെ അലഞ്ഞ് ഉഴന്ന് നടക്കേണ്ടവളല്ല. ചില സഹോദരിമാര് പറയുന്നത് കേട്ടിട്ടില്ലയോ, പാസ്റ്ററെ ഞാൻ ഇങ്ങനൊന്നും ജീവിക്കേണ്ട ആളെ അല്ല. നമ്മളേക്കും പിന്നെ എങ്ങനെ അമ്മ, അയ്യോ ഞാൻ നല്ല ഒന്നാന്തരം കുടുംബത്തിൽ ജനിച്ചതാ, ഈ നാശം പിടിച്ചെടുത്ത് വന്ന് കയറിയാ ഞാൻ ഇങ്ങനൊന്നും ജീവിക്കേണ്ടവളെ, ഞാൻ ഇങ്ങനൊന്നും അല്ല പാസ്റ്ററെ ഇരുന്നത് ചെറുപ്പത്തിൽ. ഇയാള് തന്നെ ആണല്ലോ. ചിലര് ഈ വിവാഹം കഴിച്ചു വിട്ടാലും വീട്ടിലെ വകുപ്പ് കാര്യം പറയും. എന്റെ മൂത്ത ആങ്ങളെയും നടുവത്തെ ആങ്ങളെയും കൊച്ചാങ്ങളെയും ഒക്കെ നല്ല ചുറ്റുപാടില്ല, ബിസിനസ്സുകാരും നല്ല സാമ്പത്തിക ഭദ്രതയും. ഞങ്ങളുടെ എന്റെ വീടൊക്കെ ഒന്ന് കാണണം. ഈയിടെ നടുവത്തെ ആങ്ങള ഗൾഫിൽ നിന്ന് വന്നപ്പോ ഒന്നുകൂടെ പുതുക്കി. എല്ലാ മുറിയിലും AC ഉണ്ട്. ഞാനിവിടെ വന്നിങ്ങനെ സ്തോത്രം. ഞാന് അങ്ങനെയുള്ള സഹോദരിമാരോട് പറയാറുണ്ട്, മൂത്ത ആങ്ങളുടെയും ഇളയ ആങ്ങളുടെയും അല്ലെ നടുവത്തെ ആങ്ങളുടെയും കൊച്ചാങ്ങളുടെയും ഒക്കെ കനവും തൂക്കവും ഒക്കെ പറയുന്നതൊക്കെ നല്ലതാ. പക്ഷെ അവിടെ നാത്തൂനുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. വലിയ വകുപ്പും ഒക്കെ പറഞ്ഞ് ബാഗും തൂക്കി അങ്ങോട്ട് ചെല്ലുമ്പോൾ നാത്തൂൻ ചോദിക്കും, കൊച്ചമ്മ 2ന്റെ വണ്ടിക്കാണോ പോകുന്ന 12ന്റെ വണ്ടിക്കാണോ? 12ന്റെ ആണെങ്കിൽ നമുക്ക് ഉറവയ്ക്കൊന്ന് കിട്ടും, 2ന്റെ ആന്നെ അങ്ങ് മണർകാടി ചെല്ലണം. അപ്പൊ ഈ വകുപ്പ് പറഞ്ഞ കൊച്ചം പറയാം, എന്നാ മേരിക്കുട്ടി ഞാൻ 12ന് അതിന് തന്നെ മണർകാട് വരെ ഉച്ചയ്ക്ക് നടക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായാ മതി. അതുകൊണ്ട് സഹോദരിമാരോടൊരു കാര്യം പറയാം, വന്നു കയറുന്ന വീടാ നിങ്ങളുടെ വീട്. ചിലപ്പോ ഒരു ചെറ്റക്കുടിലായിരിക്കും നിന്നെ കൊണ്ട് വിവാഹം ചെയ്ത് അയച്ചത്, അതാ നിന്റെ വീട്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മാടമായിരിക്കും, 2 ഓല മറച്ച് 2 തൂണുക ഉള്ളായിരിക്കും, മതി. പക്ഷെ പതറരുത്, അതിനകത്തിരുന്ന് മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കണം. ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കൂടിന്റെ കുടുംബിക്ക് പിടിച്ചോഞ്ഞ് വീട്ടിലോട്ട് ഓടിപ്പോകരുത്. അങ്ങനെയുള്ള പെണ്ണുങ്ങളുണ്ട്. ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് വണ്ടിയെ ഞാൻ കിടന്നോണ്ട് അവൻ വിളിച്ചാ പിന്നെ അല്ലേ പുസ്തകത്തിലുണ്ടല്ലോ ഒരുത്തം ഭാര്യയുടെ പുറകെ എന്താ വാടി വാടി എന്നും പറഞ്ഞു ദാവീദിന്റെ ചരിത്രം പഠിക്കുമ്പോ. സ്തോത്രം. വന്നു കയറുന്ന വീടാ നിങ്ങളുടെ വീട്. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, വാർത്തതായിക്കോട്ടെ വാർക്കാത്തതായിക്കോട്ടെ, ഓടായിക്കോട്ടെ ഷീറ്റാകട്ടെ ഓലയാകട്ടെ, പതറരുത്. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഈ ഹാഗർ ഇങ്ങനെ മരുഭൂമിയിൽ അലഞ്ഞു കുഴന്ന് നടക്കേണ്ടവളല്ല. കാരണം അബ്രഹാമിന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചവളാണ് ഹാഗാർ. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു, വാഗ്ദത്തം കൊടുത്തു. അബ്രഹാം വിശ്വസിച്ചു. എന്റെ അഭിപ്രായം പറഞ്ഞാൽ സാറയ്ക്ക് പ്രാരംഭത്തിൽ വലിയ വിശ്വാസമൊന്നും വന്നില്ല. തന്നിമിത്തം അബ്രഹാമിനെ തന്റെ ദാസി ഹാഗറിന്റെ അടുക്കലേക്ക് അയച്ചു. തന്നിമിത്തം അബ്രഹാമിന് മിസ്രൈമിയ ദാസിയാകുന്ന ഹാഗറിൽ കൂടി ഒരു തലമുറയുണ്ടായി, ഇസ്മായേൽ. നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ ഇസ്മായേൽ ഉണ്ടായപ്പോൾ അബ്രഹാം, എന്റെ ഒരു അഭിപ്രായമാണ്, ഇസ്മായേൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അബ്രഹാം സാറയേക്കാൾ ഉപരി ഹാഗാറിനെ സ്നേഹിച്ചെന്ന് വരാം.
കാരണം കുഞ്ഞുള്ളത് ആർക്കാ? ഹാഗാറിനാ. അപ്പൊ ഒരല്പം മമതയും താല്പര്യവും പറ്റുമാനവും ഒരു തൃപ്തിയും ഒരു സന്തോഷവും ആരോടായിരിക്കും കൂടുതല്? ഹാഗറിനോടാ. സാറായിക്ക് തലമുറയില്ലല്ലോ. ഇത് മനുഷ്യ പ്രകൃതിയാ. നമുക്കുമൊക്കെ അങ്ങനെ മനുഷ്യന്റെ പ്രകൃതിയാ. കിട്ടപ്പോരുള്ളിടത്ത് മമത കൂടുവന്ന അല്ലേ? കിട്ടപ്പോരുള്ളിടത്ത് മമത കൂടുവന്ന ഇല്ലേ? അവിടുത്തെ മമതയല്ല, ബംഗാളിലെ. നമ്മൾ വല്ല പലരും അങ്ങനെ ഈ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അറിയാവോ എന്ന് അറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, ദശയുള്ളിടത്ത് കത്തിവായു. അപ്പൊ കുഞ്ഞുള്ളത് ഹാഗറിനാ. അപ്പൊ ഒരു താല്പര്യവും പറ്റുമാനമല്ല ഹാഗറിനോടാ. സാറായിക്ക് കുട്ടികളായില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിക്കൂട്ടി കയറ്റുക. ഞാനും പ്രതിയാ കേട്ടോ. പാസ്റ്റർമാരാന്നേലും കാശും ചുറ്റുപാടും ഇച്ചിരി മെച്ചോ മേന്മയോ ഉള്ളവരോട് കുറച്ചേറെ പറ്റുമാനം ഇല്ലേ? ഇല്ലേ? നിങ്ങൾ വലിയ രോഗശാന്തി വരപ്രാപ്തന്മാരെയും വലിയ ലോക പ്രശസ്ത പ്രവാചകന്മാരെയും ശ്രദ്ധിച്ചേ. ചിലർ യോഗത്തിന് വന്നിരിക്കുമ്പോൾ കനമുള്ള അച്ചായൻ, അപ്പം കാണുമ്പോൾ അറിയാം ഇച്ചിരി കനമുണ്ടോ. പുള്ളിയോട് ഇഷ്ടം പോലെ ദൂത. അങ്ങനെ ചില പ്രൊജക്റ്റുകൾ. ജീസസ്. പിന്നെ അതിന്റെ ലിസ്റ്റാ. പുതിയ സംരംഭങ്ങൾ, പുതിയ തലത്തിലേക്ക്, നിന്നെ ഒരു പ്രത്യേക മണ്ഡലത്തിലേക്ക്. അതേതൊക്കെ സ്ഥലമാണ് ഇതുവരെ? പ്രത്യേക തലം, പ്രത്യേക മണ്ഡലം അല്ലേ? ഇഷ്ടംപോലെ ദൂതുകൊണ്ട്. അതേസമയം റബ്ബർ വെട്ടുന്നൊരു സഹോദരൻ വരട്ടെ, അതിന് വന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുക. ദാവീദിന്റെ ദാസനായി സ്തോത്രം, വിടുവിച്ചാണ്. പോ. അതിനോട് റബ്ബർ വെട്ടുന്നതിനോട് ഇനി എന്നാ ദൂത് പറയാനാ? കൂടി വന്നാൽ 50 റബ്ബറോടെ കൂടുതൽ കിട്ടുമായിരിക്കും വെട്ടാൻ. മറ്റത് പ്രോജക്റ്റ് അല്ലേ? അല്ലെ ട്രിക്കുകാരൊത്തിരി ഉണ്ട്. പേര് പറയുന്നത് മോശമാ, ഞാൻ പേര് പറയത്തില്ല. ഈ ചിലര് ഈ പ്രാർത്ഥിക്കാൻ നമ്പർ കൊടുക്കുമല്ലോ. നമ്പര് കനമുള്ള വിഷയമാണ്, കട്ടിക്ക് പ്രാർത്ഥിക്കും. കനമില്ലാത്തതാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അല്ലയോ? നിങ്ങൾക്ക് പിന്നെ മനസ്സിലായിക്കോളും. മനുഷ്യന്റെ പ്രകൃതി അതാ. അതാ ഞാൻ വിസ്തരിക്കുന്നില്ല. സ്തോത്രം. ഇപ്പൊ തന്നെ അമേരിക്ക എന്നോ കാനഡ എന്നോ ഓസ്ട്രേലിയ എന്നോ ലണ്ടനിൽ നിന്നോ, ഞാൻ അവർക്ക് എതിരല്ല, അതൊക്കെ ഒന്ന് വരട്ടെ. അവരെ വിളിച്ച് മുന്നിൽ നിർത്തി നമ്മുടെ അവറാച്ചായും വന്നിട്ടുണ്ട്, മുൻപോട്ട് വന്ന്. അയാൾക്ക് പുസ്തകക്രമം പോലും അറിയാവുന്നതല്ല. അത്തക്കാ ആയിരിക്കുന്നെന്ന് പറയാന്നേ. എന്നാലും പിള്ളേരുടെ ഭാഷ പറഞ്ഞ കാശ് വീശും. അതേസമയം നമ്മുടെ കൂടെയുള്ള ദൈവദാസന്മാരുണ്ട്, നന്നായിട്ട് വചനം ശുശ്രൂഷിക്കും. ഇപ്പം ബേബിക്കുട്ടി സഹോദരൻ 3 ഹല്ലേലിയ പറയും. കാരണം പുള്ളി ഹല്ലേലിയ പറയാതെ കിടക്കുക. ഇതൊക്കെ മനുഷ്യ പ്രകൃതി. ഇതാ ഞാൻ എന്നെയും പ്രതിയാക്കുക. പാസ്റ്റർമാരെല്ലാം പറയും എനിക്ക് ദൈവമക്കളെല്ലാം ഒരുപോലാണ്. ചുമ്മാതാ, വെറുതെ പറയുന്നത്. നിങ്ങളത് കേട്ടോണ്ട് ഇളവ് ഒന്നും ചെയ്യരുത്. ഇവിടെ ക്ലൂറി മിറ്റർ എന്നും പറഞ്ഞ് കവളെല്ലായിട്ട് വീർപ്പിക്കരുത്. മര്യാദക്കിരുന്നാണ്. ചുമ്മാ പറയാന്ന മനുഷ്യന്റെ പ്രകൃതി അതാ. എന്നാൽ ഇതൊന്നും വകവെക്കാതെ നമ്മെ സ്നേഹിച്ച ഒരുവനേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. അവിടുത്തെ സ്നേഹം ആർക്കും നിർണയിക്കാൻ ഒക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. മമ മണാല നിൻ പ്രേമത്താലേ, മമ മണാല നിൻ പ്രേമത്താലേ നിറയും നേയൻ ഉള്ളാമി നേരം, നിറയും നേയൻ. ഓ മമ മണാല നിൻ പ്രേമത്താലേ.
സ്നേഹിക്കുന്ന ഒരുവനുണ്ട്, നസ്രയനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ആരുടെയും സ്നേഹം കിട്ടാതെ, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്നോർത്ത് വ്യാകുലപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, തകർന്നു പോകരുത്. നിന്നെ ആഴമായി സ്നേഹിക്കുന്ന ഒരുവനുണ്ട്, നസ്രയനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അതെ, സമയത്തെയും ഭയപ്പെടുന്നു, അതുകൊണ്ട് ഓടിച്ചു പോകാം. അബ്രഹാം ആ കാലയളവിൽ സാറയേക്കാൾ ഉപരി ഹാഗാറിനെ സ്നേഹിച്ചെന്നവരാ. അപ്പൊ അബ്രഹാം ഇവളെ സ്നേഹിക്കുമ്പോൾ വീട്ടിൽപ്പെട്ടവരും വേണ്ടപ്പെട്ടവരെല്ലാം ഹാഗറിനെ സ്നേഹിച്ചു. അങ്ങനെ എല്ലാവരുടെയും സ്നേഹപാത്രമായി, സ്നേഹഭാജനമായി ഹാഗാർ അബ്രഹാമിന്റെ വീട്ടിൽ പാർത്തു. എന്നാൽ ദൈവം തന്റെ വാഗ്ദത്തം സാറയിൽ കൂടി നിവർത്തിച്ചു. ദൈവ കുഞ്ഞുങ്ങളോടൊരു കാര്യം പറയാ, നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം തമ്പുരാൻ വാഗ്ദത്തം പറഞ്ഞാൽ ദൈവം നിറവേറ്റും. വർഷങ്ങൾ ഏറിപ്പോയാലും, ആണ്ടുകൾ നീണ്ടുപോയാലും, മാസങ്ങൾ ഏറിപ്പോയാലും, ആഴ്ചകൾ നീണ്ടുപോയാലും ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം ദൈവം നിറവേറ്റും. ദൈവം വിശ്വസ്തനാ. മോനെ, ഇത് എന്റെ കണ്ണിനിട്ടടിക്കുന്നതാണ്, എനിക്ക് കണ്ണ് ചിമ്മെന്ന്. ഇത് ബലിയാൻ പറഞ്ഞ പോലെ, കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറഞ്ഞെന്ന് പറഞ്ഞ പോലെ. എന്നവനെ ഇപ്പൊ അല്ല, ഞാൻ തിരിഞ്ഞു നിന്ന പ്രസംഗിക്കാം. മോനെ, ഇത് മേളിലോട്ടാക്കാൻ മേലേ? അങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്കേ. മതിയല്ലോ, അതും അങ്ങനെ അങ്ങ് വെച്ചു. ഇപ്പൊ എന്തൊരു ചൊവ്വായി. ഒത്തിരി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അപ്പൊ ശ്രദ്ധിച്ചേ, അബ്രഹാം ഈ സഹോദരിയെ സ്നേഹിക്കുമ്പോൾ വീട്ടിൽപ്പെട്ടവരും വേണ്ടപ്പെട്ടവരെല്ലാം ഇവളെ സ്നേഹിച്ചു. ഒറ്റ വാക്കി പറഞ്ഞ എല്ലാവരുടെ സ്നേഹപാത്രമായി, സ്നേഹഭാജനമായി ഹാഗറും പൈതലും അബ്രഹാമിന്റെ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുക. എന്നാൽ ദൈവം തന്റെ വാഗ്ദത്തം സാറയിൽ കൂടി നിവർത്തിച്ചു. അബ്രഹാമിന് ഒരു തലമുറയെ കൊടുത്തു, ഇസഹാക്ക്. നാം ഇങ്ങനെ വായിക്കുന്നു, ഇസഹാക്കിന്റെ മുലകുടി മാറിയപ്പോൾ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. ബർത്ത്ഡേ ആഘോഷിച്ചെന്നല്ല, ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും ഒന്നുമല്ല, സപ്തതിയും ഷഷ്ടിയും നവതിയും ഒന്നുമല്ല. അബ്രഹാം ഒരു വിരുന്ന് കഴിച്ചെന്ന. അബ്രഹാം ഒരു വിരുന്ന് കഴിച്ചു. ആ വിരുന്നിൽ വീട്ടിൽപ്പെട്ടവരെല്ലാം സന്തോഷിച്ച് ആ സുദിനത്തിൽ പെട്ടെന്ന് സാറ അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു, ഈ ഹാഗറിനെയും പൈതലിനെയും ഇനി ഇവിടെ നിർത്താൻ ഒക്കത്തില്ല, ഇവരെ വീടിന് വെളിയിൽ വിടണം, ഈ വീട്ടിൽ ഇനി ഒക്കത്തില്ല. എന്റെ ചിന്ത, അബ്രഹാം ധർമ്മസങ്കടത്തിലായി. പെട്ടെന്ന് അവിടുത്തെ അരുളപ്പാടുണ്ടായി, ദൈവത്തിന്റെ ആലോചന, ഹാഗറിനെയും പൈതലിനെയും വീടിന് വെളിയിൽ വിടാൻ. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ അബ്രഹാം, നാം ഇങ്ങനെ വായിക്കുന്നു, അധികാലത്ത് എഴുന്നേറ്റ് ഒരു തുരുത്തി വെള്ളവും അപ്പവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ച് കുട്ടിയെ കൊടുത്ത് അവളെ പറഞ്ഞയച്ചു. അതാണ് നമ്മൾ വായിച്ചത്. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ദൈവത്തിന്റെ മഹത്വം ശ്രദ്ധിക്കുക. ബേർശേബ മരുഭൂമിക്ക് തന്റെ തലമുറയാകുന്ന ഇസ്മായേലിന്റെ കൈക്ക് പിടിച്ച് വേദനയോടെ ഭാരത്തോടെ യാത്ര ചെയ്യുന്ന ഒരു സഹോദരി, അല്ലെ ഒരു സ്ത്രീ. നേരത്തെ സ്നേഹിച്ചവരില്ല, കരുതിയവരില്ല, മാനിച്ചവരില്ല, ബഹുമാനിച്ചവരില്ല, എല്ലാവരും തള്ളപ്പെട്ട് ഒറ്റപ്പെട്ടു. ഞാൻ ദൈവകുഞ്ഞുങ്ങളോടൊരു കാര്യം പറയാം, ലോകത്തിന്റെ സ്നേഹത്തിന് പരിമിതിയുണ്ട്, ബന്ധുവർഗത്തിന്റെ സ്നേഹത്തിന് പരിമിതിയുണ്ട്, സഭാവിശ്വാസികളുടെ ഒക്കെ സ്നേഹത്തിന് പരിമിതി, അളവും അതിരുമുണ്ട്. എന്നാൽ കർത്താവിന്റെ സ്നേഹത്തിന് യാതൊരു പരിമിതിയില്ല. നിത്യസ്നേഹമെന്ന വേറെ പുസ്തകത്തിൽ വായിക്കുന്നത്, നിത്യസ്നേഹം. അപ്പൊ നേരത്തെ സ്നേഹിച്ചവരില്ല, കരുതിയവരില്ല, മാനിച്ചവരില്ല, ബഹുമാനിച്ചവരില്ല, എല്ലാവരാലും തള്ളപ്പെട്ട് ഹാഗറും പൈതലും മരുഭൂമിയിൽ അലഞ്ഞു ഉടന്നു നടക്കുക. നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ളതാ, മറക്കരുത്. അതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇവിടുത്തെ സ്നേഹത്തിനെല്ലാം അളവും പരിമിതിയുണ്ട്.
നമ്മളല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന വല്ലതൊക്കെ കിട്ടുന്നുണ്ടാ, എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു അല്ലേ? സത്യം പറഞ്ഞ ഇവിടെ ആർക്കും അങ്ങനെ ആരോടും വലിയ ആത്മാർത്ഥതയൊന്നും അല്ലേ? അച്ഛാ 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 എന്നും പറഞ്ഞ് പുറകെ നടക്കുന്നത് താല്പര്യം ഉണ്ടായിട്ടാണോ? അച്ഛാ അച്ഛാ ഹിന്ദി പറഞ്ഞ് നടക്കുക, അച്ഛാ അച്ഛാ അച്ഛാ. നമ്മളോർക്കും മോളിക്കുട്ടി ഇപ്പൊ ഹിന്ദി പഠിച്ചെന്ന്. അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞ ഈ വലിയ തൃപ്തി ഒന്നും ഉണ്ടായിട്ടില്ല. പേര് കൂട്ടി ആധാരവും കാലശേഷം അമ്മാമ്മയ്ക്കുവാ അല്ലേ? ATM കാർഡും അമ്മാമ്മയുടെ ഇല്ല അല്ലേ? ഇപ്പൊ പെണ്ണുങ്ങളുടെ പേരില്ലാന്ന് റേഷൻ കാർഡ് വരെ. റേഷൻ മേടിച്ച് കഞ്ഞി കുടിക്കണമെങ്കിൽ തള്ള അനുവദിക്കണം അല്ലേ? എല്ലായിടത്തും ഒന്നും വലിയ ആത്മാർത്ഥതയൊന്നുമില്ല. ഞാൻ ദൃഷ്ടാന്തമായിട്ടൊരു കാര്യം പറയാം. ഒരു വൃദ്ധസദനത്തിലെ സ്വന്തം ഭാര്യ ഭർത്താവിനെ കൊണ്ട് ചെന്നാക്കി. അപ്പൊ ഭർത്താവിന് മനസ്സിലായി ഇട്ടേച്ച് പോകാനാണ്, മക്കളും അമ്മയും ഒരു കയ്യാ. അവസാനം അവിടുന്ന് പോകുന്ന ലക്ഷണം കണ്ടപ്പോ ഭർത്താവ് ഈ ഭാര്യയോട് പറഞ്ഞു, പെന്തിക്കോസുകാരിയാ. ആ മനുഷ്യൻ ഈ സഹോദരിയോട് പറഞ്ഞു, ഭാര്യയോട്, യോ ഞാനൊരു പേരിടുക കേട്ടോ, പേരതല്ലേ, ഞാനൊരു പേരിടുക, യോ റോസമ്മേ നീ എന്നെ ഇട്ടേച്ച് പോകരുതെന്ന്. കൈ കൊടഞ്ഞേച്ച് അവര് പോയി. 2 വർഷമായിട്ട് വിളിക്കുന്നു പോലും ഇല്ല. എല്ലാവരും അങ്ങനെ ആന്നല്ല. ഇതാണ് മനുഷ്യ പ്രകൃതി. അതുകൊണ്ട് അച്ഛാ 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 എന്നും പറഞ്ഞു വരുമ്പം ഞെളിയരുത് എന്ന് വെച്ച് തല്ലണമെന്നും അല്ല പറഞ്ഞത്. പൊക്കോണം ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. വിളിച്ചോട്ടെ ഒന്നുമില്ല, പേര് വിളിക്കുന്നില്ലല്ലോ, തങ്കച്ച എന്ന് തീർത്ത് വിളിക്കുന്നില്ലല്ലോ. അച്ഛാ ഇനി നിങ്ങളും ഭാരപ്പെടരുത്. മോളി 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 എന്ന് പറഞ്ഞ് പമ്മി വരുന്നത് തൃപ്തിയൊന്നും ഉണ്ടായിട്ടല്ല. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും വസ്ത്രമെല്ലാം കഴുകി തേച്ച് വടി പോലെ തൂവാല വരെ കൈ കൊണ്ട് കൊടുക്കുക, ഇറങ്ങാൻ നിർത്തൊരു കാപ്പിയും കൂടെ. അതുകൊണ്ടാ മോളി 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 എന്ന് പറഞ്ഞ് പമ്മി. നിങ്ങൾ രോഗിയായിട്ട് കട്ടിലേ കിടന്നേ, നിങ്ങൾ കട്ടിലേലും കിടക്കും, പുള്ളി ഹോട്ടലിലും പോവും. മനുഷ്യ പ്രകൃതിയാ. ഇപ്പൊ പിള്ളേരെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുക. ഈ പിള്ളേരെല്ലാം നമുക്ക് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞാണോ? നല്ല ചേലായി. ഞാൻ കുടുംബകലകം ഉണ്ടാക്കാൻ വന്നൊന്നുമല്ല. പിള്ളേര് പഠിച്ച് അവരെ പഠിപ്പിക്കണം, അത് നമ്മുടെ കർത്തവ്യമാ. പഠിച്ച് മിടുക്കരായി മറ്റ് രാജ്യങ്ങളിൽ പോകട്ടെ. പോയി കഴിയുമ്പോൾ ഒടുവിൽ പിള്ളേർ വല്ലപ്പോഴും വന്ന് വിളിക്കും. ചിലരെന്നും വിളിക്കും, ചിലർ വല്ലപ്പോഴും വിളിക്കും, ചിലർ പിന്നെ കാശുമൊക്കെ അയച്ചു കൊടുക്കും. പക്ഷേ അങ്ങേയറ്റം പറ്റുമ്പോൾ പലരും കാണുകയല്ല. അവസാനം പിന്നെ വീട്ടുജോലിക്കാർ കാണും. തന്നെ കിടന്ന് വായു വലിച്ച് തന്നെ ആകുക. പിന്നെ ചത്ത് കഴിയുമ്പം പിള്ളേർ വല്ലതും വിളിച്ച് പറയും മോർച്ചറിലോട്ട് വെച്ചേക്കാൻ. ഇതൊക്കെയാണ് നടക്കുന്നത്. എത്രയാന്ന് പറഞ്ഞാലും മാതാപിതാക്കൾക്ക് മരണസമയത്ത് മക്കളെ കാണാൻ എന്തോ ഒരു ആഗ്രഹമായിരിക്കും. മക്കൾക്കും അങ്ങനെയൊക്കെ തന്നെ, എല്ലാവർക്കും അങ്ങനല്ലേ? അങ്ങനെയൊക്കെ. ഇവിടെ ആർക്കും ആരോടും വലിയ തൃപ്തിയൊന്നുമില്ല. സ്തോത്രം. മാതാപിതാക്കളും മക്കളെ അന്വേഷിക്കാത്തവരില്ലേ? പിള്ളേരെ എടുത്ത് കിണറ്റിയിട്ടേച്ച് ഒരുത്തൻ്റെ കൂടെ ഓട്ടോയിൽ പോയ ഒരുത്തിയെ എനിക്കറിയാം. ഓട്ടോക്കാരനെ വിളിച്ച് സ്പീഡ് വിട്ടോടാന്ന്. കൊല്ലത്തല്ലി ഒരു സഹോദരി സ്വന്തം മകനെ ചുട്ടുകൊന്നത് വായിച്ചതല്ലേ? ഇന്നലെയാണോ ഇന്നാണോ എന്നോടൊരു സഹോദരൻ പറഞ്ഞു, ഒരുത്തി പഠിക്കാൻ പോയപ്പം അവള് പ്രഗ്നന്റ് ആയി പ്രസവിച്ച അവന്റെ കൊച്ചിനെ കൊടുത്തേച്ച് അവള് പോയി. ഇപ്പൊ എവിടാന്ന് പോലും അവള് വേണ ഈ പ്രസംഗം ഒന്ന് കേക്കട്ടെ. അവള് മനുഷ്യ പ്രകൃതിയാ. എല്ലാരും അങ്ങനെ ആന്നല്ല ഈ പറഞ്ഞത്. ആഴമായി സ്നേഹിക്കുന്നവരും ഉണ്ട്. അപ്പൊ മനുഷ്യന്റെ രീതിയും പ്രകൃതിയും ഇങ്ങനെ. കിട്ടപ്പോറുള്ളിടത്ത് അല്പം മമത കൂടും. ഇപ്പൊ ആകറിനെ സ്നേഹിക്കാൻ ആരുമില്ല, എല്ലാവരും തള്ളപ്പെട്ട് നടക്കുക. മക്കളുടെ സ്നേഹം കുറയും. ഭാര്യാഭർത്താക്കന്മാരുടെ സ്നേഹം ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ തണുത്തു പോകും. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പൊ ഉടക്കുണ്ടാകുകയല്ലോ.
സ്നേഹം എന്താ പറ്റി? തണുത്ത് തണുത്ത് പോകും. പണ്ട് ഒരു വ്യക്തിയുടെ കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച സഹോദര കാലമല്ല, പണ്ട് കാലമാണ്. അപ്പൊ പെട്ടെന്ന് ഈ ഭർത്താവ് കല്യാണം കഴിഞ്ഞ പുതുമോടിയല്ലേ, പെട്ടെന്ന് തന്നെ ഭാര്യയായിട്ട് വൈദ്യരുടെ പോയി. അപ്പൊ വൈദ്യര് ഭാര്യയെ പരിശോധിച്ചു പറഞ്ഞു, അയ്യോ ഇത് ഇച്ചിരി പ്രയാസമുള്ള രോഗമാണ്. ഭർത്താവിന് വെപ്രാളം, കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയത്, പുതുമോടിയല്ലേ. ഉടനെ ഭർത്താവ് പറഞ്ഞു, വൈദ്യരെ പെട്ടെന്ന് മരുന്ന് പറയുന്ന. അപ്പൊ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒറ്റ മരുന്നേ ഉള്ളു ഇതിന് ഈ രോഗത്തിന്. കാട്ടിൽ ചെന്ന് കരിമന്തിയെ പിടിച്ച് രസായനം വെച്ച് കൊടുക്കണം. ഉടനെ ഇയാൾ കാട്ടിലോട്ട് ഓടി, ഒന്നും ഓർത്തില്ല, ഓടുക കാട്ടിലോട്ട് കരിമന്തിയെ പിടിക്കാൻ. അങ്ങാടി മരുന്നും എഴുതി കൊടുത്തു. പുള്ളി കുറുപ്പടിയും തട്ടിപ്പറിച്ചോണ്ട് കാട്ടിലോട്ട് ഓടി. എങ്ങനെയോ എന്തോ കരിമന്തിയെ പിടിച്ചു. ആളിനെ കൂട്ടിയാണോ തന്നെയാണോ കരിമന്തിയെ പിടിച്ചു. പിടിച്ച് ഈ കുറുപ്പടി പോലുള്ള മുഴുവൻ മരുന്ന് മേടിച്ചു. പെട്ടെന്ന് തന്നെ വൈദ്യരുടെ കൈ കൊണ്ട് കൊടുത്തു. വൈദ്യരതെല്ലാം ചേരുവയ്ക്ക് ചേർത്ത് രസായനം ഉണ്ടാക്കി ഭാര്യയ്ക്ക് കൊടുത്തു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഭാര്യ സുഖമായി, ജീവിതം ആരംഭിച്ചു. ഒരു 10-30 വർഷം കഴിഞ്ഞപ്പം ഈ സഹോദരിക്ക് പഴയ ദീനം പിന്നെ ഉണ്ടായി. അന്നേരം ഈ സഹോദരി വന്ന അച്ഛനോട് പറഞ്ഞ, അച്ഛാ പഴയ ക്ഷീണം പിന്നെയും അവര് വന്ന് പറയാ, എനിക്ക് പണ്ടത്തെ പോലെ പിന്നെ അസ്വസ്ഥത. പുള്ളി അനങ്ങുന്നില്ല. അവസാനം ഈ സഹോദരി അന്വേഷിച്ചപ്പോൾ ആ പഴയ വൈദ്യർ ഇപ്പോഴും ഉണ്ട്, ഒത്തിരി പ്രായമായി. അവർ പറഞ്ഞാൽ ഞാൻ ആ വൈദ്യരെ ഒന്ന് കാണാൻ പോട്ടെ. പിന്നെ ഇവര് എന്താ ആട്ടൊന്നോടത്തൊക്കെ വൈദ്യരെ കാണാൻ ചെന്നു. അപ്പം വൈദ്യര് ചോദിച്ചു, ഭർത്താവ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പരിശോധിച്ച് വെച്ച് പറഞ്ഞാൽ പഴയ ദീനം തന്നെ, പഴയ മരുന്നാ. പഴയ മരുന്നെല്ലാം എഴുതി കൊടുത്തു. അവർ വീണ്ടും തിരിച്ചു വന്നപ്പോൾ പുള്ളി കസാരയിൽ ഇങ്ങനെ കിടക്കുക, ചാരു കസാര. അപ്പം ലിസ്റ്റ് കൊണ്ട് കൊടുത്തു. പുള്ളി മേളിൽ നിന്ന് താഴോട്ട് വായിച്ചു, താഴേന്ന് മേലോട്ട് വായിച്ചു, പിന്നെ മേളിൽ നിന്ന് താഴോട്ട് വായിച്ചു, താഴേന്ന്. എന്നുവെച്ചാൽ ചുരുട്ടി വെച്ച് പറഞ്ഞ് 35 കൊല്ലമായില്ലേ അവിടെ ഞാൻ അടങ്ങിക്കിടക്കാൻ. ഭാര്യാഭർത്താക്കന്മാരുടെ സ്നേഹവും തണുക്കും. ഞാൻ അലോഗ്യം ഉണ്ടാക്കാൻ വന്നതല്ല, ഇതാ പ്രകൃതി. മക്കളുടെ സ്നേഹവും കുറയും. ഡാഡി 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 ഡാഡാ അങ്ങനെയൊക്കെ അല്ലേ ഇപ്പൊ ഡാഡാ, ചുമ്മാ താടാ താടാന്നും പറഞ്ഞിരിക്കുന്നത് അല്ല. അതിനോട് വലിയ മമതയൊന്നും ഉണ്ട്. താടാ താടാ താടാന്നായി പറയുന്നത്. ഡാഡാ താടാ തന്നില്ല, താടിക്ക് തേമ്പും. ടാടാ. പണ്ട് കോവൂരെ കുഞ്ഞോളച്ചമ്മയുടെയൊക്കെ ഒരു കൊച്ചമ്മ വന്ന് കരഞ്ഞു, പ്രാർത്ഥിക്കാൻ വന്നതാ, കരഞ്ഞു. അപ്പൊ കരഞ്ഞപ്പം കുഞ്ഞോളച്ചമ്മ ചോദിച്ചു, കൊച്ചമ്മ എന്തിനാ കരയുന്നേ, കാര്യം പറ. അപ്പൊ അങ്ങ് ഏങ്ങലടിച്ച് കരയുക. എന്നാ പറഞ്ഞു, കാര്യം പറ, കാര്യം പറ. കരയണ്ട, അന്നേ ഞാനൂടെ കരയാൻ, തന്നെ കരയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മ കുഞ്ഞോളച്ചമ്മയോട് പറഞ്ഞു, എന്റെ കുഞ്ഞോളെ, എനിക്ക് ഒറ്റ പുത്രനേ ഉള്ളൂ. അവന്റെ ചെറുപ്പത്തിൽ അവന്റെ അപ്പൻ അങ്ങ് മരിച്ചതാ. ഞാൻ അയലത്തെ വീടുകളിലൊക്കെ കയറി തേച്ച് മഴക്കി വീട്ടു വേല ചെയ്താ ഇവനെ ഞാൻ പഠിപ്പിച്ച് കഷ്ടപ്പെട്ട്, പഴയ അമ്മയുടെ ഭാഷ മുണ്ട് മുറുക്കി കൊടുത്താ കുഞ്ഞോളെ ഞാൻ ഇവനെ പഠിപ്പിച്ച, വളരെ കഷ്ടപ്പെട്ട്. എന്റെ കുഞ്ഞോളെ പഠിപ്പിച്ചപ്പം മിടുമിടുക്കനായി ഇവന് ജോലി കിട്ടി കുഞ്ഞോളെ. അപ്പൊ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ ഇവനെ ആണ്ടിൽ എനിക്ക് 3 കച്ചമുറി മേടിച്ചു തരുമായിരുന്നു. ആണ്ടിൽ 3 കച്ചമുറി. അപ്പൊ കുഞ്ഞോളച്ചൻ ചോദിച്ചു, ഇപ്പൊ എന്നാ പറ്റി പറയാം കുഞ്ഞോളെ. ഇവൻ ജോലി കിട്ടിയപ്പോൾ ആണ്ടിൽ 3 കച്ചമുറി മേടിച്ചു തരുമായിരുന്നു. എന്റെ കുഞ്ഞുമോളെ, അവന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പം അത് ഒറ്റമുണ്ടായി. കല്യാണത്തിന് മുമ്പ് കച്ചമുറി, കല്യാണം കഴിഞ്ഞപ്പം കച്ചമുറി എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ? ഇല്ല, എനിക്ക് തോന്നി മനസ്സിലായില്ലെന്ന്. മോക്ക് മനസ്സിലായോ? അതാ കച്ചമുറി പടം വരച്ച് കാണിക്കണം, ഇതാ കച്ചമുറി എന്ന്.
ഇപ്പം പെണ്ണുങ്ങളെല്ലാം ആരാ ചട്ടയും മുണ്ട് കൊടുക്കുന്നത് വിരളമാണ്. അങ്ങനെ ഇപ്പം മഷി ഇട്ട് നോക്കിയാൽ ചിലപ്പോൾ 1-2 എണ്ണത്തിന് കളവിത്തള്ള വരെ ചുരിദാറിനകത്ത് കയറിയാ നടക്കുന്നത്. നിന്ന് നിങ്ങൾ യോജിക്കത്തില്ല. എന്നാലും ഒക്കെ ഉടുക്കുന്ന എന്തൊരു അഴകും ഒരു ഐശ്വര്യമൊക്കെ ആയിരുന്നു. സ്തോത്രം. ഇപ്പം നിങ്ങൾ പറയാ ഇയാൾക്ക് വേണേൽ ഇയാളെ കൊടുത്തോണ്ട് നടന്നു, ഞങ്ങളിപ്പോൾ താരി കൊടുക്കുന്നുള്ളൂ. നിങ്ങളത് പറയും. അതിനപ്പുറം ഇപ്പം പറഞ്ഞായിരിക്കുന്നത്. എന്നാലും ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ കച്ചമുറി എന്ന് പറഞ്ഞാൽ 2 മടക്കല്ലേ. അതായത് സ്നേഹം കുറഞ്ഞെന്ന് പറയുക. കല്യാണം കഴിക്കുന്നതിന് മുന്നേ ആണ്ടിൽ 3 കച്ചമുറി, കല്യാണം കഴിഞ്ഞപ്പോ അത് ഒറ്റമുണ്ട. എന്നിട്ട് പറയാ, കുഞ്ഞോളെ കഴിഞ്ഞ കൊല്ലം അവൻ 2 ഒറ്റമുണ്ട് കൊണ്ട് തന്നു, ഈ കൊല്ലം അവൻ 1 എണ്ണം കൊണ്ട് തന്നു. ഉടനെ കുഞ്ഞോളച്ചമ്മ പറഞ്ഞു, കൊച്ചമ്മേ അടുത്ത ആണ്ടിൽ കിട്ടാനും പോകുന്നില്ല. മക്കളുടെ സ്നേഹം കുറയുക. കച്ചമുറി ആയിരുന്നു, അത് ഒറ്റമുണ്ടായി. ആണ്ടിൽ 3 എണ്ണമായിരുന്നു, അത് 2 ആയി, പിന്നെ 1 ആയി, ഇനി കിട്ടാനും. അപ്പൊ ഈ ആശ്വാസത്തിന് വന്ന കൊച്ചമ്മയോട് കുഞ്ഞോളച്ചമ്മ ഇതാ പറഞ്ഞത്. ഉടനെ അവര് പിന്നെ ഏങ്ങലടിച്ച് കരഞ്ഞു. സമാധാനത്തിന് വന്നതാ, തീ കോരി ഇടുക. ഉടനെ ഈ അമ്മ ഏങ്ങലടിച്ച് കരഞ്ഞപ്പം കോവൂര് കുഞ്ഞോളമ്മ തോളെ തട്ടിയച്ച് പറഞ്ഞു, കൊച്ചമ്മേ കരയാറെ കരയാറെ കരയാറെ. അവരുടെ ഭാഷ പറയാ, കൊച്ചമ്മേ ആമക്കടെ കച്ചമുറിയെല്ലാം ഒറ്റമുണ്ടാകും, എന്നാൽ തമ്പുരാന്റെ ഒറ്റമുണ്ടെല്ലാം കച്ചമുറിയാകും. ഞാൻ പറഞ്ഞത് പഴയ ആൾക്കാർക്ക് പിടികിട്ടി കാണും. അതിന്റെ പൊരുൾ എന്നാണ്. മക്കളുടെ സ്നേഹം കുറയും, മാതാപിതാക്കളുടെ സ്നേഹം കുറയും, ഭാര്യയുടെ സ്നേഹം കുറയും, ഭർത്താവിന്റെ സ്നേഹം കുറയും, സ്നേഹിതന്മാരുടെ സ്നേഹം കുറയും. എല്ലാത്തിനും പരിമിതിയുണ്ട്. എന്നാൽ നരയ്ക്കുവോളം ചുമക്കുന്ന, അനാഥരായി വിടാത്ത, ലോകാവസാനത്തോളം കൂടെയുള്ള, ഒരിക്കലും കൈവിടാത്ത ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ആ യേശുവിനായി ജീവിതം സമർപ്പിക്കുന്ന, യേശു ക്രിസ്തുവിനായി ഹൃദയം സമർപ്പിക്കുവാൻ, യേശു ക്രിസ്തുവിനായി ജീവിക്കുവാൻ ഇന്ന് രാത്രി തീരുമാനമെടുക്കുന്ന നിന്നെ അവൻ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന്റെ സ്നേഹത്തിന് ആർക്കും അളവ് പറയാനൊക്കത്തില്ല. അവിടുന്ന് നമ്മളെ ആഴമായി സ്നേഹിച്ചു. ഒരു കണ്ണിന് പോലും ദയ തോന്നാതിരുന്നപ്പോൾ, എല്ലാവരും നമ്മെ തള്ളിക്കളഞ്ഞപ്പോൾ, എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ചപ്പോൾ, ഒരു കുഞ്ഞുങ്ങൾ പോലും നമ്മളെ ഗൗനിക്കാതിരുന്നപ്പോൾ, നമ്മളെ ആഴമായി സ്നേഹിച്ച ഒരു നല്ല കർത്താവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. ഇന്ന് രാത്രി ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ യേശു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ആർക്കും നിങ്ങളെ വേണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയാ, യേശു ക്രിസ്തുവിന് നിങ്ങളെ ആവശ്യമാണ്. എല്ലാവരും നിന്നെ തള്ളിക്കളയുമ്പോൾ നിന്നെ തള്ളാത്ത ഒരു നസറയനുണ്ട്. ഇന്ന് രാത്രി അവിടുത്തെ തൃപ്പാരപീഠത്തിൽ സമർപ്പിക്ക്, അവിടുന്ന് നിന്നെ കടാക്ഷിക്കും. ദൈവത്തിന് മഹത്വം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാ. നിത്യമാം സ്നേഹത്തിൻ മതി. സ്തോത്രം. ആടാലും മനസ്സിലായല്ലോ. ദൈവത്തിന് മഹത്വം. നമ്മളെ ആഴമായി സ്നേഹിക്കുന്ന കർത്താവ്. അപ്പൊ എല്ലാവരാലും വെറുക്കപ്പെട്ട്, തള്ളപ്പെട്ട്, ഒറ്റപ്പെട്ട് ഹാഗറും പൈതലും മരുഭൂമിയിൽ അലഞ്ഞു നടക്കുക. നമുക്കറിയാം, മരുഭൂമി യാത്ര, ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ, ഉഷ്ണക്കാറ്റുകൾ, ചൂടേറിയ രംഗം. അപ്പഴങ്ങാൻ കൊടുത്ത് വെള്ളം തീർന്നു, അപ്പക്കഷണങ്ങൾ തീർന്നു. വെള്ളമില്ലാതെ, അപ്പമില്ലാതെ ഹാഗറും പൈതലും ഭാരപ്പെട്ടു. തന്റെ ആകെ പ്രതീക്ഷ ഈ പൈതല. ഒടുവിൽ വെള്ളമില്ല, അപ്പമില്ല. എന്റെ ഭാഷ പറഞ്ഞ ഉപജീവനത്തിന്റെ വഴി അടഞ്ഞു. അപ്പവും വെള്ളവുമില്ല. ഇനി ആകെ പ്രതീക്ഷ ഈ തലമുറയാ. അല്പം കഴിഞ്ഞപ്പോ തലമുറ മരണവപ്രാളം കാണിക്കാൻ തുടങ്ങി. ചൂടേറിയ അനുഭവങ്ങൾ, ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളിൽ ഇസ്മായേൽ മരണവപ്രാളം കാണിക്കാൻ തുടങ്ങി. ഹാഗാറിന് ബോധ്യപ്പെട്ടു, ഈ തലമുറയും മരിക്കാൻ പോവുക. തന്റെ ആകെ പ്രതീക്ഷയാ, തലമുറയും മരിക്കാൻ പോവുക. നാം അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കുട്ടി മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ കുട്ടിയുടെ മരണം കാണുവാൻ കഴിയാതെ കുട്ടിയെ ഒരു അമ്പിപ്പാട് ദൂരത്ത് കുറുങ്കാറ്റിൽ മാറ്റിക്കിട്ട് മാറി മരുഭൂമിയിൽ ഹാഗാർ ദൈവത്തോട് നിലവിളിക്കുന്നു. ശ്രദ്ധിക്കണേ, മരുഭൂമിയിൽ നിലവിളിക്കുന്ന ഒരു സഹോദരി, മരുഭൂമിയിൽ കരയുന്ന ഒരു പെറ്റതള്ള, മരുഭൂമിയിൽ കരയുന്ന ഒരു മാതാവ്. നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തുണ്ടെന്ന,
നമുക്ക് ഹാഗാറിനോട് ചോദിക്കാം, ഹാഗറ്, ഈ മരുഭൂമിയിൽ നീ കരയാനുള്ള വിഷയം എന്താ? നീ നിലവിളിക്കാനുള്ള വിഷയം എന്താ? എന്റെ ഭാഷയെ പറഞ്ഞാൽ ഹാഗാറ് വേണേ ഇങ്ങനെ പറയും, അല്ലയോ ഞാൻ ഈ മരുഭൂമിയിൽ കരയാനുള്ള വിഷയം ഭർത്താവില്ലാത്തതോ ഭവനമില്ലാത്തതോ സമ്പത്തില്ലാത്തതോ ചാർച്ചക്കാരില്ലാത്തതോ അല്ല എന്റെ വിഷയം. ഞാൻ ഈ മരുഭൂമിയിൽ കരയാനുള്ള വിഷയം എന്റെ തലമുറയുടെ വിടുതലാണ്. ഇന്ന് രാത്രി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, തലമുറയ്ക്ക് വേണ്ടി കരയുന്ന, തലമുറയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന, തലമുറയ്ക്ക് വേണ്ടി ഞരങ്ങുന്ന ദൈവത്തിന്റെ ജനത്തോട് ദൈവാത്മാവ് വചനത്തിൽ കൂടെ പറയാനുള്ള ആത്മീക സന്ദേശം, ഈ തലമുറയെ ദൈവം തന്നതാണെങ്കിൽ അതിനെ ഉയർത്തുവാൻ, അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തൻ. മക്കളെ യഹോവ ഈ അവകാശം, ഉദരബലം, ദൈവം തരുന്ന പ്രതിഫലം, വീരന്റെ കയ്യിലെ അസ്ത്രം. അങ്ങനെ ആ യൗവനത്തിലെ മക്കൾ, അവയെ കൊണ്ട് തന്നെ യാവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. എന്നെ കേൾക്കുന്ന മാതാക്കളോട്, സഹോദരിമാരോടും പറയാ, ആമേൻ. തലമുറയ്ക്ക് വേണ്ടി ഞരങ്ങുന്ന, കരയുന്ന, ഭാരപ്പെടുന്നവരോട് പറയാ, ഈ തലമുറയെ ദൈവം തന്നതാണെങ്കിൽ അതിനെ മാനിക്കാൻ ദൈവം വിശ്വസ്തൻ. നിന്റെ തലമുറ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ അധപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന, കരയുന്ന, ജാഗരിക്കുന്ന, ഉപവസിക്കുന്ന, നിലവിളിക്കുന്ന ദൈവത്തിന്റെ ആമേൻ പൈതലിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകാൻ സ്വർഗത്തിലെ ദൈവം ഒരു കാലത്തും അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഹാഗറിന്റെ മരുഭൂമിയിലെ നിലവിളിയുടെ വിഷയം തലമുറയുടെ വിടുതല. നമ്മുടെ വിഷയം മറക്കരുത്, മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ളതാണ്. ഞാൻ ദീർഘമാക്കുന്നില്ല. നമുക്ക് ഒന്നാമത്തെ പോയിന്റ്, മരുഭൂമിയിൽ എന്തുണ്ട്. ദൈവദാസനെ അതിന്റെ 19ാമത്തെ വാക്യമായി 19. ദൈവം അവളുടെ കണ്ണു തുറന്നു. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. മതി. ദൈവം അവളുടെ കണ്ണ് തുറന്നു. ഇത് ദൈവം തുറന്ന കണ്ണാ. ഉൽപ്പത്തി വേറൊരു തള്ളയുടെ കണ്ണ് തന്നെ അങ്ങ് തുറന്നു. അതേതാ? ശാപ്പാട് കഴിഞ്ഞപ്പോ തള്ളയുടെ കണ്ണ്, വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു. പിന്നെ ഉറക്കെ പറ, കണ്ണ് തുറന്നു. ഇവിടെ ദൈവം ഹാഗറിന്റെ കണ്ണ് തുറന്നെന്ന. ദൈവം അവളുടെ കണ്ണ് തുറന്ന് അവളൊരു നീരുറവ് കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ളതാ. ഞാനിങ്ങനെ പറയുന്നത്, കരയുന്ന, നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ജാഗരിക്കുന്ന, ഞരങ്ങുന്ന ദൈവ പൈതലിനോട് ഇന്ന് രാത്രി വചനത്തിൽ കൂടെ ദൈവാത്മാവ് പറയാ, മരുഭൂമിയിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയാ, കരയുന്ന, നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒന്ന്, മരുഭൂമിയിൽ സർവശക്തനായ ദൈവത്തിന്റെ കരുതലുണ്ട്. ഈ മരുഭൂമിയിലെ ആരാധനയ്ക്ക് സമുദായങ്ങളും സംഘടനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂട്ടങ്ങളും വിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ ജനത്തോട് ഇന്ന് രാത്രി വചനത്തിൽ കൂടെ ദൂരെ പറയാ, ഒന്ന്, മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. ഹല്ലേലൂയ. ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. കോവിഡ് ആരംഭിച്ചപ്പം ചിലരൊക്കെ ഓർത്തത്, എങ്ങനെ ഇനി മുമ്പോട്ട്? ഇതുവരെ കരുതിയില്ലേ? ഇനിയും കരുതാൻ ദൈവം വിശ്വസ്തന. സ്തോത്രം. നിന്നെ ദൈവം തള്ളിക്കളയത്തില്ല. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ഭക്ഷണപാനീയമില്ലാതെ അലഞ്ഞിടുമ്പോൾ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും. ഭക്ഷണപാനീയമില്ലാതലഞ്ഞിടുമ്പോ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും. ഒന്നു തുറക്കുമ്പോൾ സർവ്വജീവജാലങ്ങൾക്കും തൃക്കൈ. ഒന്നു തുറക്കുമ്പോൾ സർവ്വജീവജാലങ്ങൾക്കും തൃപ്തി വരുത്തുന്ന പരിപാലകനല്ലോ. ഞാൻ നിന്നെ ഒരു
എടുത്ത് കാണീരാ മൈക്ക്, എന്നല്ലേ അവര് കാണുവുള്ളൂ. മോനെ അതുകൂടെ ഏതായാലും യോഗം തീരാൻ പോവാ. ഇനി ഒന്ന്, മരുഭൂമിയിൽ സർവശക്തനായ ദൈവത്തിന്റെ കരുതലുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ ഊന്നി പറയാം, സമുദായങ്ങളും സംഘടനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ വിട്ട് സത്യദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച് നീ ചഞ്ചലിക്കരുത്. നിനക്ക് വേണ്ടതെല്ലാം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. സകലതും കരുതി ഒരുക്കി വെച്ചേച്ചാ ദൈവം നമ്മെ വിളിച്ചിറക്കിയത്. സ്തോത്രം. നമ്മൾ സുവിശേഷമൊക്കെ പറയുമ്പോൾ ചിലർ പറയാം, അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് മാമയെ വിശ്വസിക്കുന്നു, അതങ്ങനെ തന്നെ പ്രമാണം അങ്ങനെ. പിന്നെ ഞങ്ങൾക്ക് വരണമെന്നുണ്ട്, പിന്നെ മോടെ കല്യാണം നടക്കുമെന്നുള്ളതാണ്. അവൾക്കിപ്പം 25 വയസ്സ് കഴിഞ്ഞു. പെന്തിക്കോസ് വന്ന കല്യാണം കൊള്ളാം. ഇവിടെ 2-3 കിട്ടുന്ന ഓരോരുത്തർ നല്ല കല്യാണം നടക്കുമെന്ന്. പാസന്മാര് പിന്നെ നിൽക്കുക, ഇനിയും മടാലിനെ കെട്ടിക്കാന്ന് പറഞ്ഞു. അവന്നോർത്ത് ആരും ഭാരപ്പെടുവെന്നും വേണ്ട. സ്തോത്രം. നിന്റെ തലമുറ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പിന്നെ സെമിത്തേരി ആകെ അടക്കി തരാൻ ചത്ത് തന്നാ മതി. നീ അത്തിഞ്ഞിത്താ നല്ല പാട്ടുമൊക്കെ പാടി പരുവത്തിന് അടക്കാം. സ്തോത്രം. അതൊന്നും ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. ഈ സകലതും കരുതി ഒരുക്കി വെച്ചാ ദൈവം നിന്നെ വിളിച്ചിറക്കിയത്. നിങ്ങൾക്കറിയാമല്ലോ ദൈവത്തിന്റെ കരുതൽ. 5 ദിവസം കൊണ്ട് ഭൂചര ഖേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. 5 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് മുഴുവൻ സൃഷ്ടിച്ചു. 6ാമത്തെ ദിവസം ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. 6ാം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം. അതിന്റെ ശേഷം നാരിയെ ഉരുവാക്കി ദൈവം പരമവർക്ക് പൂരിത ഭാഗ്യ വിചിത്തമതാമൊരു തോട്ടം ചമച്ച തിങ്കൽ പൂരിത ദുഃഖമിരുത്തിയവർക്കൊരു വാട്ടം വിതന്തിം യോജിതമൊന്നു കൊടുത്തിത് കൽപ്പന ശ്രേഷ്ഠം കനി ഭുജിപ്പാനോ അരുതെന്നറിവിൻ മരമായതിനിഷ്ടം മാറുത്തും ചൊന്നാൽ വരുമെ മരണമെന്നാലൊരു നിഗമില്ലതിന് കരുതണം നിങ്ങളും പരമൻ ചൊന്നവർ. വരുമെ മരണമെന്നാലൊരു നിഗമില്ലതിന് കരുതണം നിങ്ങൾ പരമൻ ചൊന്നവരോട്. വെള്ളങ്ങളിൻ മീതിൽ വസിച്ചാൻ പരമേശൻ താൻ വെള്ളങ്ങളിൽ വനങ്ങളപയന്തേടും മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദീനമാറി തുടർ. വനങ്ങളപയന്തേടും മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവ ദീനമാറി തുടച്ചത്തിൽ 6ാം ദിനത്തിലാത്മാഭാവം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം. അപ്പൊ ശ്രദ്ധിക്കുക, 5 ദിവസം കൊണ്ട് സകല ഭൂചര ഖേചര വസ്തുക്കളെ ദൈവം സൃഷ്ടിച്ചു. 6ാമത്തെ ദിവസം തന്നെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. വിസ്തരിക്കുന്നില്ല. ഒടുവിൽ ദൈവം ഈ മനുഷ്യനോട് പറയുകയാ, പിന്നെ ഇത് മുഴുവൻ നിനക്കുള്ളതാ. ഈ സകല ചരാചരങ്ങളെ അടക്കി ഭരിക്കണം, ഇതിന്റെ മേൽ വാഴണം. ഈ ഭൂചര ഖേചര വസ്തുക്കളുണ്ടല്ലോ, ഇത് മുഴുവൻ നിനക്കുള്ളതാ. വൃക്ഷലതാദികളും പക്ഷി മൃഗാദികളല്ല, ഇതെല്ലാം നിനക്കുള്ളതാ എന്ന് പറഞ്ഞാൽ യവനുള്ളതെല്ലാം ആദ്യം സൃഷ്ടിച്ച് കരുതി ഒരുക്കി വെച്ചേച്ചാ യവനെ സൃഷ്ടിച്ചത്. ചിന്ത ഇത്രയേ ഉള്ളൂ, നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചേച്ചാ അവിടുന്ന് നിന്നെ വിളിച്ചു വേർതിരിച്ചത്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്, തകർന്നു പോകരുത്. ഇനി കോവിഡ് മുന്നോട്ട് പോകാതിരിക്കട്ടെ, അഥവാ പോയാലും നിനക്കുള്ളതെല്ലാം കരുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഗവൺമെന്റ് തരേണ്ടതെല്ലാം കൃത്യമായിട്ട് തരുന്നുണ്ട്, തരികയും ചെയ്യും, ഇനിയും തരും. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ലയോ? ഗവൺമെന്റിന് വേണ്ടി ശരിക്കും, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിച്ചോണം. ഒരു ഭാര്യ ഇനി ഉണ്ടാകരുത്. സ്തോത്രം. ഞാനും എൻ്റെ സ്വന്തം അഭിപ്രായമാണ് കേട്ടോ.
അദ്ദേഹം ഭരണം തുടങ്ങിയപ്പോൾ എന്തെല്ലാം വൈതരണികളാ വന്നേക്കുന്നത് അല്ലേ? അയ്യോ എന്തെല്ലാം വൈതരണികളാ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെങ്കൊച്ചായിരുന്നു നാശോപ്പിച്ച് കടന്നത്. അല്ലേ? എല്ലാ പ്രാവശ്യവും ഓരോ പെങ്കൊച്ചുങ്ങള്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സഹമന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പൊ അവര് ഭരണതലത്തിലൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടു വന്നല്ലോ. ദൈവം അവർക്കെല്ലാം ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് വ്യവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് കോവിഡ് ഇനി മുമ്പോട്ട് പോയാലും വരാതിരിക്കട്ടെ, ഇത് മാറട്ടെ. അഥവാ നമുക്കറിയത്തില്ല ദൈവത്തിന്റെ പദ്ധതി എങ്ങനെയാണ്. എന്തായാലും കൊള്ളാം, നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തനാ. സ്തോത്രം സ്തോത്രം. ഏലിയാവിനോട് ദൈവം പറഞ്ഞത്, നീ യോർദാന് കിഴക്ക് കരീത്തിന്റെ തോട്ടിന്റെ അരികെ പോയിരിക്കെ. അവിടെ ഞാൻ കാക്കയോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാക്ക മതി എന്ന് നിന്നെ പുലർത്താൻ. ഒരൊറ്റ കാക്ക മതി, ഒരു കാക്ക മതി എന്ന്. അല്ല ഗരുഡനൊന്നും വരണ്ട. ഗരുഡൻ വന്നാലേ എന്റെ കാര്യം. ഗരുഡൻ വന്നാൽ നിന്നെ കൊത്തിപ്പറിച്ച് ഊരോട്ടെറിയും. കാക്ക മതി, അതിന്റെ പരുവത്തിന് വന്ന് കാര്യമൊക്കെ തന്ന്. സ്തോത്രം. കാക്കകളെ നോക്കിയിട്ടു വിതയ്ക്കൊന്നില്ല, കൊയ്ത് കളപ്പൂരയൊന്നും നിറയ്ക്കുന്നില്ല. ആ കാക്കകളെ നോക്കിടു വിതയ്ക്കുന്നില്ല, കൊയ്തു കളപ്പൂരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരുന്നല്ലോ. നമ്മെ പുലർത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തന്. കർത്താവിന്റെ മഹത്വം. സകലതും കരുതി ഒരുക്കി വെച്ച ദൈവം നമ്മെ വിളിച്ചിറക്കിയത്. അതുകൊണ്ട് ഓർപ്പിക്കട്ടെ, ഒന്ന്, ഈ മരുഭൂമിയിൽ സർവശക്തനായ ദൈവത്തിന്റെ കരുതലുണ്ട്. എത്രയെത്ര കരുതൽ കണ്ട ദൈവ കുഞ്ഞുങ്ങളായി വിടിരിക്കുന്നത്. എത്രയോ കരുതലുകൾ അനുഭവിച്ചവരായി എന്നെ കേൾക്കുന്നതും കാണുന്നതും. ഇനിയും കരുതുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിലേക്ക് ഇസ്രായേൽ മക്കൾ കയറി അവരെ കരുതിയത് കണ്ടോ? ഞാൻ വിവരിച്ചു പോകുന്നില്ല. മോശയെങ്ങാനും ചിന്തിക്കുക, ദൈവമേ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യണം, ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളാ, സൂര്യന്റെ കഠിനതാപമേറ്റ മാരക രോഗം വരെ ഉണ്ടാകുമെന്ന അൾട്രാവയലറ്റ് രശ്മികൾ മനുഷ്യന്റെ ശരീരത്തിൽ നിപതിച്ച മാരക രോഗം വരെ ഉണ്ടായി. മനുഷ്യൻ അങ്ങനല്ലേ നമ്മൾ പഠിച്ചേ? പിന്നെ ഒരു സന്തോഷമില്ലായിരിക്കും. സൂര്യന്റെ കഠിനതാപമേറ്റ ചൂട് അടിച്ചു. അതാ സ്തോത്രം. മോശയെങ്ങാനും ചിന്തിക്കാതെ ദൈവമേ ചൂടടിക്കാതിരിക്കാൻ ഞാൻ യുദ്ധങ്ങൾക്കെല്ലാം കൂടെ കുട എവിടെ നിന്നെങ്ങാനും കൊടുക്കുമെന്ന് ചിന്തിച്ചാലോ? ഒരു ചൂട് വെക്കുകയല്ല, കുടയെ. ഇനി അങ്ങ് ചിന്തിച്ചു ഏത് കമ്പനിയാണ് ഇവർക്ക് കുട കൊടുക്കുന്നത്? 30 ലക്ഷം ജനത്തിൽ കൂടുതലുണ്ട്. കാലാള് തന്നെ 6 ലക്ഷം. ഇവന്മാർക്കെല്ലാം കൂടെ ആരാ കുട കൊടുക്കുന്നത്? ഏത് കമ്പനിയാ? നമ്മുടെ നാട്ടിലെ ജോൺസണും സെന്റ് ജോർജും പോപ്പി, അതൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസക്കാരാ. ഇനി 5-6 കമ്പനി കൂടി അങ്ങ് കുട കൊടുക്കാൻ തീരുമാനിച്ചു. ആരാ ഇത് വിതരണം ചെയ്യുന്നത്? ഇത്രയും ലക്ഷം ജനത്തിന്. നമ്മളാന്നേ ഉടനെ പെന്തിക്കോസുകാരാന്നേ ഉടനെ കൊടക്കമ്മിറ്റി ഉണ്ടാക്കും. നമുക്കെല്ലാത്തിനും കമ്മിറ്റിയാ, കൊടക്കമ്മിറ്റി. നമുക്ക് എല്ലാത്തിനും കമ്മിറ്റിയല്ലേ? മാസികത്തിന് ഒരു കമ്മിറ്റി, ബിൽഡിങ്ങിന് അതിന് ആകെ 20 അടി നീളവും 10 അടി വീതിക്ക് ആരും ഹോള് പണിയുന്നേ, അതിനൊരു ബിൽഡിംഗ്. എന്താണ് ചുമ്മാ ബിൽഡിംഗ് കമ്മിറ്റി? ഞാൻ TPM-കാരെ കണ്ടുപിടിക്കും. അവിടെ ഒരു കമ്മിറ്റി ഇല്ല. നിന്റെ 8 ഹോള് അതിനകത്ത് കയറിയിരിക്കും. ഇതുപോലത്തെ 12 എണ്ണം അതിനകത്ത് കയറിയിരിക്കും. അവിടെ ഒരു കമ്മിറ്റി ഇല്ല, ഒന്നുമില്ല. നീറ്റായിട്ട് ഒറ്റ ഇഷ്ടിക പോലും തെളിഞ്ഞു വിരിക്കുന്നില്ല. ഇത് നമ്മുടെ പുറകെ തേച്ചിട്ടുമില്ല. നമ്മുടെ ബൈത്തോമിന്റെ ബാത്റൂമിൽ കയറിയാൽ നമ്മൾ കണ്ണും അടച്ച് ശ്വാസവും പിടിച്ച് നിൽക്കണം. ഞാൻ തമാശ ഒന്നും പറഞ്ഞതല്ല. മാണിച്ച എന്നെ നോക്കുന്ന നിർത്താൻ പറയായിരുന്നു. നിർത്തട്ടെ? അല്ല, അവിടെ ഇങ്ങനെ നോക്കുന്നു. പിന്നെ നമ്മളാണ് ഉടനെ കൊടക്കമ്മിറ്റി, കൊട വിതരണം ചെയ്യാനൊരു കമ്മിറ്റി, കൊടക്കമ്മിറ്റി. നമ്മുടെ കൊടക്കമ്മിറ്റി എല്ലാം ഉടക്കുണ്ടാക്കും.
കാരണം ഈ കമ്മിറ്റിയിലുള്ളത് സിംഹമാകും അഭിഷേകവും ഒന്നും പ്രായച്ചല്ലെന്ന്. ചുമ്മാ ഇവൻ സെക്രട്ടറിയാ ട്രഷറാന്ന് പറഞ്ഞ് 3 പേനായി ഒരു ഇതുമായിട്ട് കയറി എല്ലാം ഓടിക്കണം ഇവനെയല്ല. സെക്രട്ടറി അഭിഷേകം പോലും പ്രാപിച്ചവനല്ല. ചില പാഷന്മാർ ഇപ്പോൾ സെക്രട്ടറി മുമ്പോട്ട് വന്ന് എന്താ പറയാ, അവിടെ കാര്യം മര്യാദക്കിരിക്കടാ, ഇങ്ങോട്ട് വന്നായിട്ട് വിചാരം പറയാം. സെക്രട്ടറി അതിനെ കുനിഞ്ഞിരി ഫോൺ ചെയ്താണ് ഞാനോടത് സെക്രട്ടറി. നമുക്കെല്ലാം കൊടക്കമ്മിറ്റി അല്ലേ, കൊടക്കമ്മിറ്റി. ഈ കൊടക്കമ്മിറ്റി എല്ലാം ഉടക്കി പിരിയും. ഇനി എന്റെ ചിന്തയാ, ഈ കൊടക്കമ്മിറ്റിക്കാർ കൊട വിതരണം ചെയ്യുമ്പം ഒരു കൊടയുടെ കമ്പി അങ്ങ് ഒടിഞ്ഞു. ആ ഒടിഞ്ഞ ഒരു കൊട നമ്മുടെ ഒരു സഹോദരിക്ക് കിട്ടിയെന്ന് ധരിക്കുക. അതോടെ സഭയുടെ അന്തരീക്ഷവും 10 മണിക്കത്തെ ആരാധനയാണെങ്കിൽ അവള് കയ്യിൽ പിടിക്കാനുമില്ലല്ലോ. 10 മണിക്കത്തെ ആരാധനയാണ്. അവൾ ആ ഒടിഞ്ഞ കൊടയായിട്ട് 8 മണിയാകുമ്പം പെയ്ത്തോമിന്റെ വാതിൽക്ക് നിൽക്കും. എന്നാ മേരി ഇതിന് സമാധാനം പറയാതെ ഇന്നിവിടെ സഭായോഗം നടത്തിക്കുകയല്ല. അതിനാ എനിക്ക് ഒടിഞ്ഞ കൊട മനഃപൂർവ്വം തന്നതാ. അല്ലെങ്കിൽ കമ്മിറ്റിക്കാരൻ ബേബിക്ക് എന്നോട് ഒരു ചെറിയ പോര് ഉള്ളതാ. അവൻ പണ്ട് സിനിമ കണ്ട കാര്യം ഞാൻ പാസ്റ്റോട് പറഞ്ഞാൽ അവന് അന്ന് മുതലേ ഉള്ളൊരു ചൊരുക്ക. അവൻ മനഃപൂർവ്വം എനിക്ക് ഒടിഞ്ഞ കൊട തന്നതാ. ഇതിന് പരിഹാരം ഉണ്ടാക്കാതെ ഇന്ന് ഇവിടെ ഒറ്റ ഒരുത്തനെ ഞാൻ ഇപ്പൊ ആർക്കും ഗോളി കയറണ്ടല്ലോ. സ്തോത്രം. പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ എല്ലാം ഇങ്ങനെ മൂടിക്കെട്ടി പമ്മിയിരിക്കുന്ന വലിയ കാട്ടാനയ്ക്ക് ലാട പഠിച്ചത് നിങ്ങളാ. ഇപ്പൊ ഇങ്ങനെ പമ്മി കയറിയിരിക്കുകയല്ല. അടുത്ത് നോക്കണം, തനിനിറം അറിയണേ. തമ്പുരാന് നമ്മളെ എല്ലാം നല്ലതുപോലെ അറിയാം. നിങ്ങൾക്ക് എന്നെ ചൊവ്വിനെ അറിയാമല്ല, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. പക്ഷെ എന്നെ നിങ്ങളെ ചൊവ്വിനെ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് എന്റെ ഭാഷയെ പറയാം, തമ്പുരാൻ പറഞ്ഞൊരു പദവും കൂടെ തമ്പുരാൻ പറയാ, ഇവിടെ കൊടക്കമ്മറ്റിയും വേണ്ട, ഒടക്കും വേണ്ട, ബഹളവും വേണ്ട, ഒന്നും വേണ്ട. ദൈവം പറയാ ഇവിടെ കൊടക്കമ്മറ്റി ഒന്നും വേണ്ട, പിന്നെ എല്ലാവർക്കും കൂടെ ഞാൻ ഒരു കൊട തരാം. ദൈവം പറയാ, അല്ലയോ ഇസ്രായേൽ, ഇവിടെ കമ്മറ്റിയും വേണ്ട, ഒടക്കും വേണ്ട, കൊടയും വേണ്ട, ബഹളവും വേണ്ട, എല്ലാവർക്കും കൂടെ ഞാൻ ഒരു കൊട തരാം. ഒരു കൊട. അത് മറ്റൊന്നുമല്ല, മേഘത്തിന്റെ കൊടയാ. അതുകൊണ്ട് തമ്പുരാൻ പറയാ, അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ആശയമില്ല, പിന്നെ നിങ്ങളാരും ഈ കൊട പിടിക്കണ്ട. കാരണം എനിക്ക് ഒരുത്തനെയും വിശ്വാസമില്ല. വിശ്വാസികൾ എന്നൊക്കെയാ നമ്മളെ വിളിക്കുന്നെങ്കിലും ദൈവത്തിന് ഒറ്റ ഒരുത്തനെ ദൈവത്തിന്റെ അടുത്ത ആളാന്നും പറഞ്ഞാ നമ്മുടെ നോട്ടോ ഇരിപ്പം കണ്ട നിന്നെ കാശിന് ദൈവത്തിന് ഒരു വിശ്വാസവും ഇല്ല. സ്തോത്രം. അവിടെ തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ ആരും കൊട പിടിക്കണ്ട, ഞാൻ കൊട പിടിച്ചോളാം. കാരണം നമ്മുടെ ഈ കൊട തന്നാൽ നമുക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ ഇതിനകത്ത്. ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്ന കാര്യം ഒന്നുകൂടെ അങ്ങ് പറയാം. തന്നെയല്ല, ഇപ്പം പെന്തിക്കോസുകാർക്കാണ് എത്ര കൊട വേണം? ഒരു കൊട IPC-കാരുടെ കൊട അവർ പറയും, ഞങ്ങൾ കുമ്പനാട്ടാ കൊട പിടിക്കുന്നത്. ആദ്യം കൗൺസിൽ മെമ്പേഴ്സ് കയറും, പിന്നെ ജനറലും സ്റ്റേറ്റും കയറും, പിന്നെ സെൻട്രൽ കയറും, പിന്നെ ലോക്കൽ കയറും, പിന്നെ അങ്ങനെ IPC-കാർ മാത്രം ആദ്യം കയറും. പിന്നെ നോക്കട്ടെ, കുമ്പനാട്ടെ പിടിക്കുകയുള്ളൂ. ചർച്ചോക്കോടുകാരുടെ കൊട കൊടുത്താൽ പറയും, ഒരു വെളുത്ത കൊടയും വേണം, കറുത്ത കൊടയും വേണം. വെളുത്ത ശീലയുടെ ഒരു കൊട, കറുത്ത ശീലയുടെ ഒരു കൊട. വെളുത്ത ശീലയുടെ കൊട മുളക്കടയെ ഞങ്ങൾ പിടിക്കും, കറുത്ത ശീലയുടെ കൊട പാക്കി പിടിച്ചോണം. 2 കൊട. തമ്പുരാനും കുഴയും. അയ്യോ, ദൈവത്തെ വരെ കുഴയ്ക്കുന്നവന്മാരാ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? അതിനെന്തേലും അപാകതയുണ്ടോ? ഇല്ലല്ലോ. മനസ്സിലായോ? മനസ്സിലായെങ്കിലേ മനസ്സിലായെന്ന് പറയാം. സ്തോത്രം. അതെവിടെ പോവാ? ഷാരോങ്കാരുടെ കൊട കൊടുത്താൽ പറയും, തിരുവല്ലായിലാ പിടിക്കുന്ന, സൗകര്യം ഒന്നും അധികമില്ല. അതുകൊണ്ട് എല്ലാവരും കൂടെ തള്ളി ഇറങ്ങി അങ്ങോട്ട്. അസംബ്ലീസ് കോടുകാരുടെ കൊടുത്താലും പറയും 2 കൊട വേണം. മലബാർ സൈഡിൽ ഒരു കൊട വേണം, പുനലൂർ സൈഡിൽ ഒരു കൊട. വേറെ ചില ഗ്രൂപ്പുകാരുടെ പേര് പറയുന്ന മോശമായി. എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടല്ല, പിന്നെ എന്തിനാ മാണിച്ചനെ ഒരു വെട്ടിനകത്താക്കുന്നെന്ന് ഓർത്താ.
വേറെ ചിലരുടെ ഗ്രൂപ്പുകാരുടെ കൊടുത്താൽ പറയാം ഞങ്ങള് ഒരു പ്രത്യേക പെന്തിക്കോസ് അതുകൊണ്ട് ഞങ്ങളുടെ ആൾക്കാർ മാത്രമേ ആദ്യം കയറട്ടെ ചിങ്ങവന സൈഡില്. വീട്ടിൽ പോയിരുന്ന് ചിന്തിച്ചാ മതി. പിന്നെ അതിലെ നിങ്ങൾ മാട്രിമോണിയൽ ഇരിക്കുന്നവരുടെ സിറിയൻ പെന്തിക്കോസ്, ഈഴവ പെന്തിക്കോസ്, ചേരമർ പെന്തിക്കോസ്, സാംബവ പെന്തിക്കോസ്, കനാനായ പെന്തിക്കോസ്, പോടാ കോണം പിടിക്കാത്തവനെല്ലാം കൂടെ. മോനെ ഇത് ഏത് ഇതാ ഇത് പിടിക്കുന്നേ? എല്ലാവനും കേക്കട്ടെ. ഇത് ഞാൻ ആദ്യം പറഞ്ഞതെല്ലാം ഇതിനകത്ത് കാണണം. ഞാൻ ഈ പ്രസംഗം കാണും. എങ്ങാനും കുറച്ചാൽ ഇവനെ എല്ലാം ഞാൻ ശരിയാക്കും. ഇത് മുഴുവൻ ഇതിനകത്ത് കാണണം. ഇവ കോണം പിടിക്കാത്ത കേക്കടാ കേക്ക് കേക്കത്തവനല്ല, കോണം പിടിക്കാത്തവനല്ല. നിന്റെ സാംബവ പെന്തിക്കോസ്, ചേരമ പെന്തിക്കോസ്, സിറിയൻ പെന്തിക്കോസ്, കിറിയൻ പെന്തിക്കോസ്, കനാനായ മാനസാന്തരപ്പെട. കർത്താവ് വരാറായി, യേശു വരാറായി. ഇതിനെങ്കിലും മാനസാന്തരപ്പെട്. ഇനിയെങ്കിലും മാനസാന്തരപ്പെട്. സകല എണ്ണത്തിനോട് പറയുക, യേശുക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നു. നാം ഒരു ശരീരത്തിന്റെ അവയവമല്ലേ? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമല്ലേ? കക്ഷിപക്ഷ വർഗവർണ്ണ വ്യത്യാസം മാറ്റ്, അനുദപിക്ക്, മാനസാന്തരപ്പെട്. ഈ കാലനെല്ലാം മാനസാന്തരം ഉണ്ടാകട്ടെ. എന്റെ ദൈവമേ, നീ ഇതിനകത്ത് കക്ഷിപക്ഷം വ്യത്യാസ നിന്റെ നാം ഒരപ്പത്തിന്റെ അംശികളാ. ഇതിനകത്ത് നീ കുരുക്കൊണ്ടാക്കിയാൽ, ഇതിനകത്ത് നീ വേറുകൃത്യം കാണിച്ചാൽ, അടിച്ച് നിന്റെ ആണ്ടാൻ കീറി. യേശു വരാറായി. നിന്റെ കനാനായ പെന്തിക്കോസ്, സിറിയൻ പെന്തിക്കോസ്, കിറിയൻ പെന്തിക്കോസ്, ചേരമ പെന്തിക്കോസ്, സാമ്പ പോടാ കഴുതേ. ഇവനെയൊക്കെ പിന്നെ എന്നാ വിളിക്കണം? നിപ്പം വെക്കരുത്. താക്ക് എല്ലാവരും കാണട്ടെ. താക്ക് കാണിട്ട് വന്നില്ല. സ്തോത്രം. ഇത് ശരിയല്ല, ഇത് ശരിയല്ല, ഇത് ശരിയല്ല. നാം ഒരപ്പത്തിന്റെ അംശങ്ങളാ. കാൺമീ നാം ദൈവമക്കളാ. ദൈവത്തിന് മഹത്വം. ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പേയി കോട്ട. ഐക്യമായി അയ്യടിച്ചു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പേയി കോട്ട. ജയമെടുത്തീരാ ജയവീരൻ വരുവാ താമസമില്ല. അനന്ത സന്തോഷമുണ്ടോടുവിൽ. ഓ പോയിട സുവിശേഷം ഓതിട നാടെന്നും അനന്ത സന്തോഷമുണ്ടോടുവിൽ. ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിലും ഇടിച്ചിടാം പേയിൽ കോട്ട. ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിലും ഇടിച്ചിടാം പേയിൽ കോട്ട.
നമ്മുടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ ആരും കൊട പിടിക്കണ്ട, എനിക്ക് ആരെയും വലിയ വിശ്വാസമൊന്നും ഇല്ല, പിന്നെ ഞാൻ കൊട പിടിച്ചോളാം. നിങ്ങളെല്ലാം ഈ കൊടകിടെ കീഴ് വന്ന് നിന്നാ മതി. അതാ 91 സങ്കീർത്തനം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലും കീഴി പാർക്കുന്നവർ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം തമ്പുരാൻ പിടിക്കുന്ന കൊടകിടെ കീഴെ നീ നിന്നാൽ ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിലെടുക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലത്ത് വശത്ത് 10,000 പേര് വീഴും, അടുത്ത് വരികയല്ല. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പോരാ, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. സ്തോത്രം. ദൈവത്തിന് മഹത്വം. കോവിഡൊന്നും വിഷയമല്ല, വിഷയമല്ലെന്ന് ഒക്കെ അതിന്റെ വഴിക്ക് പൊക്കോളും. ദൈവത്തിന് മഹത്വം. വന്നവരെ യേശു സൗഖ്യമാക്കും. നിരീക്ഷണത്തിൽ വല്ലവരും ഉണ്ടെങ്കിൽ അവരെ ദൈവം വിടുവിക്കുകയും ചെയ്യും. സ്തോത്രം. നമ്മുടെ രാജ്യത്തെയും രാഷ്ട്രത്തെയും ലോകത്തെയും ദൈവം വിടുവിക്കും. ഈ മഹാമാരിയിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഞാൻ ഗവൺമെന്റിനോടും എല്ലാം പറയാറുണ്ട്, ഞങ്ങളെ പ്രാർത്ഥിക്കാനൊന്ന് അനുവദിക്കേ, പ്രാർത്ഥിക്കാനൊന്ന് അനുവദിക്കേ. കേരള ഗവൺമെന്റിനോട് ഞാൻ അങ്ങ് അപേക്ഷിക്കുക, ഇന്ത്യ ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അവസരം താ. ഞങ്ങൾ 10 പേര് പ്രാർത്ഥിച്ചാൽ ഇതിനെല്ലാം പരിഹാരം വരുമെന്ന്. ഇല്ല, ദാനിയേലും ഒക്കെ പറഞ്ഞ പോലെ 1 മാസം ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ചേ. ഞങ്ങളുടെ സഭകളെല്ലാം അങ്ങോട്ട് തുറന്ന് ഞങ്ങളെല്ലാം കൂട്ടമായിട്ട് കയറി ഒന്ന് ആരാധിച്ച് ആത്മാവി നിറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോ സകല ബാധകളും ദൈവം മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഇത് പ്രാർത്ഥനയാലല്ലാതെ മാറത്തില്ല. ഇത് ദൈവത്തെ കൊണ്ടല്ലാതെ പരിഹാരം ഉണ്ടാകത്തില്ല. പരിഹാരം വരുത്തുവൻ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഇലക്ഷൻ കണ്ടതല്ലയോ, എന്തോ ബഹളവും മേളവാ. ഞാൻ എതിരൊന്നുമല്ല, ഞാനും പോയി വോട്ട് ചെയ്തതാ. ആർക്കാ ചെയ്തൊന്നും ഇപ്പൊ പറയല്ല. പറയാനോ? ഞാനോ? പിന്നെ മാണിച്ചൻ ആർക്കാ ചെയ്തേ? ആർക്കാ ചെയ്തേ? എന്നാ ഞാനും പറയാം. ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചേച്ച്. സ്തോത്രം. പ്രാർത്ഥിക്ക്. ദൈവസന്നിധി മുടങ്കാലമടക്ക്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അപേക്ഷിക്കാനുള്ളത്, പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് അവസരം താ. ഗവൺമെന്റ് നന്നായി പോകും, ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമെന്ന്. പിന്നെ പാരയെല്ലാം മാറിക്കോളും. സകല ടോർപ്പിടോയും മാറി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അനുവദിക്കേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശുശ്രൂഷിക്കാൻ അനുവദിക്കേ. സകല പാരയും മാറും, സകല കെടുതി മാറും. രാജ്യം രക്ഷപ്പെടും. ഈ സംസ്ഥാനം അനുഗ്രഹിക്കപ്പെടും. ഗവൺമെന്റിനെ ദൈവം അനുഗ്രഹിക്കും. ഭരണകർത്താക്കളെ ദൈവം അനുഗ്രഹിക്കും. രാജ്യത്തെ ദൈവം അനുഗ്രഹിക്കും. ഈ മഹാമാരിയിൽ നിന്ന് ദൈവം പിടിപ്പിക്കും. ഇത് ദൈവത്താലല്ലാതെ പരിഹാരം ഉണ്ടാകത്തില്ല. ആരോഗ്യമന്ത്രിക്ക് വിവേകം കൊടുക്കുന്നതും ആരോഗ്യ പ്രവർത്തകർക്ക് അതിനുള്ള ബുദ്ധിയും വിവേകവും വൈഭവം കൊടുക്കുന്നതും പോലീസ് അധികാരികൾക്ക് ആരോഗ്യം അതിനുള്ള തന്മയത്വം കൊടുക്കുന്നത് ദൈവം നിരൂപിച്ചിട്ടാ. ഇത് ദൈവം അനുവദിക്കാതെ നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആരാധനാലയങ്ങൾ തുറക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ കോവിഡിനെ മാറ്റുവാൻ ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. ആണ്ട ബിവറാജിന്റെ മുന്നിൽ ഒരു കുഴപ്പവും ഇല്ല. അവിടെ കോവിഡ് വരികയല്ലേ? ഇത് ചെന്ന് കഴിയുമ്പോ കോവിഡ് എന്നാ ഡേവിഡ് എന്നാന്ന് പോലും അറിയാൻ മേലല്ല. അടിച്ച് കോവിഡ് പിന്നെ ഡേവിഡ്. സ്തോത്രം. ഈ ദൈവത്തെ കൊണ്ടേ പരിഹാരമുള്ളൂ. യഹോവയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഞാൻ എന്റെ വാക്കുകൾ അങ്ങ് മാണിച്ചാൻ നിർത്തട്ടെ. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കൊള്ളാനോ? 10 മിനിറ്റോ? ഇങ്ങനെ കാണിച്ചാൽ ഞാൻ എന്നെ വിചാരിക്കും. സ്തോത്രം. ഒന്ന്, ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് പറയാ, നമുക്ക് വേണ്ടതെല്ലാം ദൈവം കരുതി വെച്ചിട്ടാ നമ്മളെ വിളിച്ചിറക്കിയത്. കരുതും. നിരാശ വല്ലതും ഉണ്ടോ? പിന്നെ എന്നാ ഒരു മ്ലാനത പോലെ എന്നെ എന്തെങ്കിലും ഉണ്ടേ പറ. ഇപ്പൊ പരിഹാരം ഉണ്ടാക്കാൻ പോവാ. കരുതുകയല്ലേ ദൈവം? കരുതുമല്ലോ. ധൈര്യത്തോടെ സ്തോത്രം. കരുതുകയല്ലേ? പിന്നെ കാലം മറപ്പിച്ചിരിക്കുന്നു. ദൈവം കരുതുമെന്ന്. നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തനാ. സ്തോത്രം. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സന്തതിക്കും ദോഷം വരികയില്ല. ഒന്ന്, ഈ മരുഭൂമിയിൽ സർവശക്തനായ ദൈവത്തിന്റെ കരുതലുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഓടിച്ച് മുമ്പോട്ട് പോകാം. വാക്യങ്ങൾ ഒത്തിരി പറഞ്ഞതെല്ലാം പറയാൻ നേരമൊന്നുമില്ല. 2, ഇനി കമ്പിവാചകം പോലെ അങ്ങ് പറയാം. 2 മരുഭൂമിയിൽ എന്തുണ്ട്? വായിച്ച പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-2. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ തന്നെ അമ്മായിപ്പനുമാകുന്ന യിത്രോ വലിയ ആടുകളെ മേടിച്ച് മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. ശ്രദ്ധിച്ചേ. 1, ഇങ്ങോട്ട് നോക്കാൻ. 1, മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. 2, ഈ മരുഭൂമിയിൽ സർവശക്തനായ ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. ഈ മരുഭൂമിയിലെ ആരാധനയ്ക്ക് ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ പൈതലിനോട് ഇന്ന് രാത്രി വചനത്തിൽക്കൂടെ ദൂത് പറയാ, ഈ മരുഭൂമിയിൽ നിന്നെ സംരക്ഷിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. അവന്റെ ഭക്തന്മാരുടെ ചുറ്റും ദൂതന്മാരിറങ്ങി പാളയമിറങ്ങി പിടിപ്പിക്കും. കുറഞ്ഞത് ഒരു ദൈവ പൈതലിന്റെ കൂടെ 2 ദൂതന്മാരുണ്ട്. കുറഞ്ഞത്. എത്ര കുണം പിടിക്കാത്തവന്റെ കൂടെ ആന്നേലും, അടിച്ച് കിറിഞ്ഞ് നടക്കുന്നവന്റെ കൂടെ ആന്നേലും 2. എത്ര ഗുണം വരാത്തവന്റെ കൂടെ 2 ദൂതനാണ്. ആള് ഗുണമാണെങ്കിൽ ദൂതം കൂടും. ആള് ക്ലിയർ ആകുന്നതനുസരിച്ച് ആ ദൂതം കൂടുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, പണ്ട് അസിസ്റ്റന്റ് വെളിയിലോട്ട് ഇറങ്ങിയച്ചേ അരാം സൈന്യത്തെ കണ്ട് അകവാള് വെട്ടി അകത്തോട്ട് കയറി. അസിസ്റ്റന്റ് വെളിയിലിറങ്ങി അരാം സൈന്യത്തെ കണ്ട് അകവാള് വെട്ടി അകത്തോട്ട് കയറി. അപ്പൊ സെന്റർ ഇരിക്കുക. വന്ന് സെന്ററിനോട് പറഞ്ഞു ഓടിക്കോളാൻ പറഞ്ഞു. സെന്റർ ചോദിച്ചു, എന്നാ ഓടിക്കോ? ബൈബിളൊക്കെ കുമ്മനാടങ്ങാൻ ചെന്ന് മേടിക്കാൻ ഓടും. അരാം സൈന്യം വന്ന് പാളയം ഇറങ്ങി കിടക്ക്, ഓടാൻ പറ. ഇന്നത്തെ സെന്റർ ആണേ പറയാം, എന്നാ പിന്നെ ഒന്നും വേണ്ട, ഓടിക്കോളാൻ പറയാം. തമ്പേറിന്റെ കമ്പൊന്നും വേണ്ട. ഇന്നത്തെ സെന്റർ ആണേ. എന്നിട്ട് പിന്നെ ഉടനെ വാട്സപ്പിൽ ഇടും, ഇനി പ്രത്യേക അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ യോഗങ്ങളൊന്നും. പക്ഷെ അന്നത്തെ സെന്റർ നല്ല കൃപയുള്ള സെന്ററാ, അല്ലാതെ കുണം പിടിക്കാത്ത സെന്ററല്ല. അസിസ്റ്റന്റ് വന്ന് സെന്ററിനോട് പറഞ്ഞപ്പോ സെന്റർ എന്നാ ഓടിക്കോടാ ബേബി എന്ന് പറഞ്ഞ് ഓടുകയായിരുന്നോ? അല്ല, സെന്റർ ഉടനെ അസിസ്റ്റന്റിനെ വെളിയിലോട്ട് ഇറക്കി വെച്ച് അസിസ്റ്റന്റിനെ ഇങ്ങോട്ട് വേണം, അസിസ്റ്റന്റിന്റെ തലയെ കൈവച്ച് സെന്റർ ഒരു പ്രാർത്ഥന. എന്റെ ദൈവമേ, ഞാനങ്ങ് ചേർത്ത് പറയാ, ഈ ഗുണം പിടിക്കാത്തവന്റെ കണ്ണ് മോന്റെ കാര്യമല്ല, ദൈവം നിന്നെ അനുഗ്രഹിക്കും. അവിടെ സെന്റർ പറഞ്ഞതാ, ദൈവമേ ഇവൻ കാണത്തക്ക വണ്ണം ഇവന്റെ കണ്ണ് തുറക്കണം. മോൻ അവിടെ പോയിരുന്നു, ദൈവം നിന്നെ അനുഗ്രഹിക്കും. സെന്റർ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പം അസിസ്റ്റന്റിന്റെ ആത്മക്കണ്ണ് തുറന്നപ്പോൾ ഒരു മല നിറയെ ദൂതന്മാർ. പ്രാർത്ഥിക്കുന്ന അഭിഷേകന്മാർക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ഇതിന് ചുറ്റും ദൈവം ദൂതനെ ഇറക്കുമെന്ന്. ദൂതം തടയേണ്ടതിന് ദൂതം തടയും. വഴി വിട്ട് മാറ്റേണ്ടതിന് ദൂതൻ അങ്ങ് വിട്ടു മാറ്റിക്കോളും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വചനമൊക്കെ ധാരാളം പ്രകാശിക്കുന്നുണ്ട്. ഞാൻ സമയത്തെ ഭയപ്പെടുന്നു. മാണിച്ചൻ സമയമെടുത്തോളം പറഞ്ഞത് കൊണ്ടാണ് എടുക്കുന്നില്ല. ഞാൻ കൃകൃത്യത്തിന് നിർത്തും. ദൈവത്തിന് മഹത്വം. കോവിഡ് ആയതുകൊണ്ട് ഉണ്ടല്ലോ. പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. പത്രോസിന് വേണ്ടി ദൈവം ദൂതനെ ഇറക്കിയില്ലേ? ഇറക്കി. പിന്നെ 2 പേരും ഉണ്ടായിരിക്കുന്ന ഇറക്കി. സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം ഒരു ദൂതനെ വിളിച്ചേച്ച് പറഞ്ഞ് അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. 2 കാര്യത്തിന് ആ ദൂതനെ ഇങ്ങോട്ട് വിട്ടത്. ദൂതൻ ഇങ്ങോട്ട് വന്ന് പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട 4 ചേവകളുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ച് കിടക്കുക. ദൂതൻ ഇങ്ങോട്ട് വന്ന ഒറ്റ അടി. എവിടെ അടിച്ചത്? പത്രോസിന്റെ എവിടെ അടിച്ചേ? തലക്കിട്ടാണോ?
വിലാപ്പുറത്തൊരടി, ഒറ്റയടിക്ക് പീറ്റർ ആടി എഴുന്നേറ്റു. ഒക്കെ അടിക്കേണ്ട തലം അറിയാം. എന്നെ എത്ര അടി അടിച്ചതാ, അനക്കോ ഇല്ല. ഒറ്റയടിക്ക് ചാടി എഴുന്നേറ്റ് ഒന്നാം കാവലും രണ്ടാം കാവലും ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു. ഭൂതം മുന്നേ പീറ്റർ പുറകെ. നേർവീതി വഴിയിലെത്തിയപ്പം ദൂതൻ അങ്ങ് പോയി. പീറ്റർ അങ്ങോട്ട് പോയി, പ്രാർത്ഥനാ വീട്ടിലോട്ട് പോയി. അവിടെ സഹോദരിമാരെല്ലാം കൂട്ടിരുന്ന് സഹോദരന്മാരും കാണും. അപ്പൊ കഥക ചെന്ന് മുട്ടി. അപ്പൊ ഒരു സിസ്റ്റർ വന്ന് തുറന്നില്ല. അവളിങ്ങനെ നോക്കിയപ്പം പറ ഉടനെ അവള് തിരിച്ചു വന്ന് പ്രാർത്ഥിക്കുന്ന അമ്മാമ്മയോട് പറഞ്ഞു, മറിയമ്മാമ്മേ പീറ്റർ ചാൻ വന്ന് മിണ്ടാടി ശാശായിരിക്കും, നിന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന എഴുന്നേറ്റ്. പീറ്റർ മുട്ടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഇരുമ്പ് വാതിൽ ദൂതം തുറന്നു. പ്രാർത്ഥിക്കുന്ന വാതിൽ ഇതിനകത്തിരിക്കുന്നവർ തുറക്കണം. അർത്ഥം ഇത്രയേ ഉള്ളൂ, നമുക്ക് പ്രയാസമുള്ളത് ദൂതം തുറന്നു തരും. നിനക്ക് തുറക്കാൻ പറ്റാവുന്ന നീ തന്നെ തുറക്കണം. ഇത് നമ്മൾ നേരെ തിരിച്ചാ. ഇരുമ്പ് വാതിൽ നമ്മൾ തുറക്കാൻ നടക്കുക. ഇടാ, അത് നിന്നെ കൊണ്ട് സഹസ്ര കോടി നോക്കിയ റൈറ്റും എന്നെ റൈറ്റിനാവും. ഇരുമ്പ് വാതിൽ കണ്ടു റൈറ്റ് എന്താ റൈറ്റിന്. കമോൺ, ചുമ്മാ കിടന്ന് ശ്വാസം പിടിക്കാതെ നീ മര്യാദയ്ക്ക് എനിക്ക്. അതൊക്കെ ദൂതം തുറന്നോളൂ. പ്രാർത്ഥിക്കുന്ന വാതിൽ നമ്മൾ തന്നെ തുറക്കണം. അത് നമുക്ക് തുറക്കാൻ പറ്റാവുന്നതാണ്. നിനക്ക് പറ്റാത്തത് ദൈവം ചെയ്യും, നിനക്ക് പറ്റുന്നത് നീ ചെയ്യണം. സ്തോത്രം. അപ്പം പീറ്റർ അകത്ത് അവിടെ ചെന്നു. ദൂതൻ അങ്ങോട്ട് പോയി. അതാ ദൂതൻ നേരെ പാലസിലോട്ട് പോയി. പാലസിൽ ചെന്നു. ഈ പാലസിൽ ചെന്ന് എന്തുവാ പറഞ്ഞേ? ആർക്ക്? നമുക്ക് നടക്കുന്നു. നിർത്തു. എന്തിനാ പുള്ളിയെ ഒത്തിരി തണുപ്പിക്കുന്നത്? നിർത്ത്. നിർത്താൻ പറ്റാത്ത പാനാണോ? എന്നാ അങ്ങോട്ട് തിരിച്ചു വെക്ക്. ദൈവമേ, ഇപ്പം നിന്ന്. അപ്പൊ ശ്രദ്ധിച്ചേ, പത്രോസ് പ്രാർത്ഥിക്കുന്ന വീട്ടിൽ ചെന്നു. ദൂതൻ നേരെ പാലസിൽ ചെന്നു. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാ രാജാവ് വസ്ത്രമൊക്കെ ധരിച്ച് ഭദ്രാസനത്തിലിരുന്ന, അങ്ങനെ കണ്ടില്ലയോ? ഭദ്രാസനം എന്നെ നോക്കാതെ വായിക്കാൻ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 21 ഒന്ന് വായിച്ചേ, മൈക്കിൽ കൂടെ വായിച്ച. ഭദ്രാസനം. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഭദ്രാസനത്തിൽ ഇരിക്കുന്നവനെല്ലാം ഓർത്തോണം അടി വരുന്നുണ്ട്. ഭദ്രാസനത്തിൽ ഇരിക്കുന്നവനെല്ലാം ഓർത്തോണം താമസിക്കാതെ. ഒന്നെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ അടി, ഇല്ലെങ്കിൽ പിശാച് നിന്നെ അടിക്കും. ഇതൊന്നും പറ്റില്ല, സൂക്ഷം ദൈവം നിന്നെ അടിക്കും. ഭദ്രാസനത്തിലായിരുന്നത്. എത്ര ഭദ്രാസനങ്ങളാ. അവിടെ ഒരു ഭദ്രാസനം, കിഴക്കൊരു ഭദ്രാസനം, പടിഞ്ഞാറൊരു ഭദ്രാസനം, പിന്നെ കിഴക്കൊരു ഭദ്രാസനം. ഇതിപ്പോ മുഞ്ഞി എന്താ കണ്ടാ മതി. ഒന്നുകൂടെ വായിച്ചേ. 21. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിലിരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല. അയ്യോ, ഇത് മനുഷ്യന്റെ ശബ്ദമൊന്നുമല്ല, ഒരു ദേവന്റെ ശബ്ദം എന്ന ജനം ആർത്തു. അപ്പൊ അതിന് ആശയം എത്ര? പുള്ളി ഭദ്രാസനത്തിൽ അതെല്ലാം കൂടെ ധരിച്ചോണ്ട് ഒത്തിരി ഉണ്ടല്ലോ, 10-15 മീറ്റർ തുണിയില്ലേ?
എല്ലാം കൂടെ വാരി ചുറ്റി എത്ര നേരം എടുത്താൽ ഇതെല്ലാം ചുറ്റി ഒരുങ്ങി വരുന്നെന്നറിയാമോ? മുന്നോട്ടൊരെണ്ണം ഇട്ട് പുറകോട്ടൊരെണ്ണം ഇട്ട് പിന്നെ മൊത്തത്തിലൊന്നും ഇട്ട് പിന്നെ അങ്ങനെ ഇട്ട് പിന്നെ അതെല്ലാം ഇട്ട് പിടിച്ച് പുകച്ചിലെടുക്കുകയല്ലേ. ഇതെല്ലാം കൂടി ഇട്ട് പുള്ളി ഭദ്രാസനത്തിൽ വന്നിങ്ങനെ ഇരുന്ന് സംസാരിക്കുക. നേരം ചൊവ്വന് വർത്താനവും പറയല്ല. നാം പുള്ളി സംഭാഷിച്ചപ്പോ ജനമെല്ലാം കൂടെ പറഞ്ഞു, അയ്യോ ഇതൊരു ദേവന്റെ, അയ്യോ ഇത് ദൈവമാ കേട്ടോ. എന്നാ ഈ വിഡ്ഢി പറയണ്ടേ, ഞാനല്ല ദൈവം, ദൈവം സ്വർഗത്തിലുണ്ട്, നമ്മുടെ ദൈവമോ അങ്ങനല്ലേ പറയേണ്ടത്. പിന്നെ ഇയാളങ്ങ് ദൈവം കളിച്ചു. ആ കിട്ടിയതാട്ടെ ഇപ്പം ദൈവം കളിക്കാൻ പറ്റിയ. ഇത് കഴിഞ്ഞാൽ പിന്നെ കസേരയിൽ നിന്ന് പോയാൽ പിന്നെ ദൈവം കളിക്കാൻ ഒക്കത്തില്ല. പുള്ളി ആ കസേര ഇരുന്ന് ദൈവം കളിച്ചു. ദൂതൻ അടുത്തേക്ക് ഒറ്റ അടി അടിച്ചു. ഒറ്റ അടി അടിച്ചപ്പോ എന്തോ സംഭവിച്ചു? വായിര്, അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. ഒറ്റ അടി അടിച്ചു. ഉടനെ അര മിനിറ്റ് താമസിച്ചില്ല. ഒറ്റ അടി. അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. ഭദ്രാസനത്തിൽ ഇരിക്കുന്നതിനെ അടിച്ച് കൃമിക്കരയാക്കും. സ്തോത്രം. ഒറ്റയടി അടിച്ചപ്പോ കൃമിക്കരയായി. ദൈവത്തിന് മഹത്വം. മഹത്വമെല്ലാം കർത്താവിന്. തന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇവിടെ നമുക്കാർക്കും ഒരു മഹത്വം വേണ്ട, മഹത്വം കൊടുക്കരുത്. നമുക്കാർക്കും ഒരു വിശേഷതയില്ല. ഈ പാസ്റ്റർമാർക്കാർക്കും വലിയ വിശേഷതയില്ല. എനിക്കും ഒരു വിശേഷത കൊടുക്കരുത്. സ്തോത്രം. നാളെ വരുന്ന കർത്തദാസന്റെ മെസ്സേജും നന്നായിട്ട് ശ്രവിച്ചോണം. നാളെ വൈകിട്ട് വരുന്ന കർത്തദാസന്റെ മെസ്സേജും ഇവിടെ കർത്തദാസന്മാർക്കല്ല വിശേഷത, ഇവിടെ ദൈവത്തിനാ മഹത്വം. എബ്യാബ്രഹാമിനല്ല വിശേഷത, അനീഷ് കാവാലത്തിനല്ല വിശേഷത. അവൻ പിന്നെ ആരൊക്കെയാ? ലാസർ ബി മാത്യു അവർക്കല്ല വിശേഷത, അജിയാനണിക്കല്ല വിശേഷത. ഇവിടെ മഹത്വം ദൈവത്തിനാ. അവിടുന്ന് ആ മഹത്വത്തിന് യോഗ്യൻ, അവിടുന്നാണ് ആരാധനയ്ക്ക് യോഗ്യൻ. തന്റെ മഹത്വം ദൈവം ആർക്കും കൊടുക്കത്തില്ല. കൊടുത്താൽ അടിച്ച് നിന്റെ ആണ്ടം കീറുന്നയ്യോ. രണ്ട് കാര്യത്തിനാ ദൂതനെ വിട്ടത് മേളിന്ന്. ദൂതനോട് ദൈവം പറഞ്ഞ്, പിന്നെ പീറ്ററെ വെളിയിലും വിടണം, മറ്റവനോട്ട് ഒറ്റ അടി അടിച്ചേക്കണം. ഒറ്റയടി. രണ്ട് കാര്യം ചെയ്ത് നമ്മൾ കയറിപ്പോയി. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൂതനെ ഇറക്കും. നിങ്ങൾക്ക് വചനത്തിലൊക്കെ നല്ല തിട്ടമാ. രാജാവിനോട് പ്രാർത്ഥിക്കുന്നില്ലെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ പിടിച്ച് സിംഹത്തിന്റെ ഗുഹയിലിട്ടു. രാജാവിന് ഉറക്കം വന്നില്ല. പുള്ളി എന്റെ ചിന്ത ഒറ്റയ്ക്ക് ഓൾ നൈറ്റ് നടത്തി കാണും. പുള്ളിക്ക് ഉറക്കം വന്നില്ല. അധികാലത്ത് രാജാവ് ഗുഹാമുഖത്ത് വന്ന് ചോദിക്കുക ഗൽഗതത്തോടെ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനാകുന്ന ദാനിയേലേ, നീ അതിനകത്തെങ്ങാനും ഉണ്ടോടാ? എന്റെ ചിന്തയാ, ദാനിയേല് കരക്കോട്ട് കയറി കൈ അടിച്ചിട്ട് പറയാ, രാജാവിന് ദീർഘായുസ് ഉണ്ടാകട്ടെ. അല്ലാതെ നമ്മൾ വല്ലവരും കാണുന്നല്ലോ, നിനക്ക് വെച്ചിട്ടുണ്ടടാ, അങ്ങനൊന്നുമല്ല. രാജാവിന് ദീർഘായുസ് ഉണ്ടാക്കട്ടെ. എന്നിട്ട് പറഞ്ഞ പദം നിങ്ങൾക്ക് മനപ്പാടമാ. രാജാവേ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ വിട്ട് സിംഹത്തിന്റെ വായ അടച്ചു. പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. നിനക്ക് വിരോധമായി വാ പിളർക്കുന്നവരെ വായ ദൈവം അടയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ദീർഘമാക്കുന്നില്ല. ഒന്ന്, മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. രണ്ട്, അപകടത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ ദൈവദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. ചില ദൈവമക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എന്റെ അമ്മാമ്മേ വണ്ടി എന്നെ ഇടിക്കാൻ വന്നതറിയാം, ആരാണ്ട് എന്നെ എടുത്തു മാറ്റുന്നത് പോലെ. ഞാൻ കണ്ണു തുറന്നപ്പം അപ്പുറത്തെ സൈഡ് നിൽക്കുന്നു, ആരാണ്ട് എന്നെ. അങ്ങനെ തന്നെ നിന്നെ ദൂതനെടുത്ത് മാറ്റിയതാ. നീ വണ്ടി കയറി അരകണ്ട സന്ദർഭം കഴിഞ്ഞതാ. നിന്നെ നടുറോഡ് തള്ളിയിട്ട് വള്ളിക്കൊട്ടക്കകത്ത് വാരി എടുക്കത്തക്ക വിധത്തിൽ വൈരി നിനക്കെതിരെ വാടകോരി പൊരുതിച്ചപ്പോൾ നിന്നെ തട്ടി മാറ്റിയതും മാറ്റിയിട്ടതും ദൈവത്തിന്റെ ദൂതനാ. ഹല്ലേലൂയ. ദൂത സഞ്ചയം എനിക്കു കാവലാക്കി തന്നു, ദൂത സഞ്ചയം എനിക്കു കാവലാക്കി തന്നു, ദൂതരെ
Glory. Oh, stotrame, stotrame, priya. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒന്ന്, ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. രണ്ട്, മരുഭൂമിയിൽ ദൈവദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. ഓടിച്ചു പറയാം. മൂന്ന്, പുറപ്പാട് പുസ്തകം 3:18 എടുത്ത്. പെട്ടെന്ന് സമയം പോയി. പുറപ്പാട് 3:18 വേഗത്തിൽ. എന്നാൽ അവർ നിന്റെ വാക്ക് കേൾക്കും. അപ്പോൾ നീ മിസ്രയീം മൂപ്പന്മാരും മിസ്രയീം രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, എബ്രായരുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വെളിപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറയും. മതി. 3 മരുഭൂമിയിൽ യാഗമുണ്ട്. 1 മരുഭൂമിയിൽ കരുതലുണ്ട്. 2 മരുഭൂമിയിൽ ദൈവദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. 3 മരുഭൂമിയിൽ യാഗമുണ്ട്. വിശദീകരിക്കേണ്ടതാ, അതിന് തുനിയുന്നില്ല. പഴയ ഇസ്രായേലിന് 4-5 വിധത്തിൽ യാഗം കൊടുത്തിട്ടുണ്ട്. ഹോമയാഗവും പാപയാഗവും ആകൃതിയാഗവും നമുക്കറിയാം. അതെല്ലാം യേശുക്രിസ്തുവിന്റെ കാൽവറി യാഗത്താൽ പരിഹരിക്കപ്പെട്ടു. ഏകയാഗത്താൽ ദൈവത്തിന്റെ ഏകജാതൻ പാപയാഗമായി കാൽവറിയിൽ തേടി വന്നവൻ, ദൈവത്തിന്റെ ഏകജാതൻ പാപയാഗമായി കാൽവറിയിൽ എന്നെ തേടി വന്നവൻ. അവിടെ പാടാൻ നേരമില്ല. അപ്പം ആ ഏകയാഗത്താൽ മറ്റു യാഗങ്ങൾക്കെല്ലാം പരിഹാരം വന്നിരിക്കുകയാണ്, പൂർത്തീകരണം വന്നു. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ഒരു യാഗം തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന യാഗങ്ങൾ പലതിൽ ഏറ്റവും ശ്രേഷ്ഠമായ യാഗം മറ്റൊന്നുമല്ല, സ്തോത്രം എന്ന യാഗമാണ്. അതുകൊണ്ട് ഈ മരുഭൂമിയിൽ നമുക്ക് യാഗമുണ്ട്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും പ്രഥമമായ യാഗം സ്തോത്രം എന്ന യാഗമാണ്. അങ്ങനെ പുസ്തകം പഠിപ്പിക്കുന്നത് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തും. അതുകൊണ്ട് സ്തോത്രം ചെയ്യണം. പക്ഷെ നമ്മുടെ പെന്തിക്കോസുകാർ ചിലർക്ക് വെളിവൊന്നുമില്ല. ചില പറയില്ല, നമുക്ക് സ്തോത്രം ചെയ്യാം, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം, ഹല്ലേലൂയ. പറയുന്ന ഉപദേശിക്കും വെളിവില്ല, കേൾക്കുന്ന വിശ്വാസിക്കും ബോധമില്ല. കാരണം പുസ്തകത്തിൽ വാക്യമുണ്ട്, അവർക്ക് ഒരു ബോധവും ഇല്ലെന്ന്. എന്നാ ഈ ഉപദേശി പറയണ്ടേ ഹല്ലേലൂയ പാടാൻ, അത് പറയത്തുമില്ല. ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം, ഹല്ലേലൂയ. ചക്കന്നാ പുക്കന്നാന്നറിയാൻ മേല. ഇനി എന്നാ ഈ വകതിരിവൊക്കെ ഉണ്ടാകുന്നേ? നമുക്ക് തന്നിരിക്കുന്ന യാഗം ആ സ്തോത്രം എന്ന യാഗം. അത് ഇടവിടാതെ അർപ്പിച്ചോണം, എല്ലാത്തിനും സ്തോത്രം ചെയ്തോണം. ദൈവത്തിന് മഹത്വം. ഈ മരുഭൂമിയിൽ യാഗമുണ്ട്. പ്രിയരെ, സ്തോത്രത്തിന് വലിയ ശക്തിയുണ്ട്. ഞാനത് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ പിന്നെ എന്നെ ഇട്ട് വല്ലതൊക്കെ പറയാം. എന്നാലും തിരക്കില്ല. അതിനൊക്കെ ഞാൻ TPM-കാരെ ബഹുമാനിക്കുന്നു. അവർക്ക് സ്തോത്ര പ്രാർത്ഥന ഒന്ന് കണ്ടുപഠിക്കേണ്ടതാണ്. വെളുപ്പിനെ ഇരുന്ന് സ്തോത്രത്തിൽ ആകരിക്കും. നമ്മൾ വെളുപ്പിനെ പുതപ്പിനടിയില്ല. പിന്നെ തല പൊക്കി വെച്ചാൽ പാൻ അങ്ങ് ഓഫാക്കും. അല്ലെ 5 കിടക്കുന്ന റെഗുലേറ്റർ പിടിച്ച് 1-ലാക്കും. ഒന്ന് നോക്കി വെച്ച് പിന്നെ അന്നേരം അവര് പെയ്ത്തോമ്പിൽ ഇരുന്ന് സ്തോത്രയാഗം ചെയ്യുക. സ്തോത്രയാഗം അത് കണ്ടേച്ച് നമ്മൾ കണ്ണു കടിക്കാം. എന്നാ യോഗത്തിനെങ്കിലും വന്ന് 2 സ്തോത്രം പറയും. അന്നേരം കുത്തിയിരുന്ന് ഉറങ്ങും. നമുക്ക് തന്നിരിക്കുന്ന യാഗം ആ സ്തോത്രം എന്ന യാഗം. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കണം. അപ്പൊ മരുഭൂമിയിൽ യാഗമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 1 കരുതലുണ്ട്. 2 ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. 3 സ്തോത്രം എന്ന യാഗമുണ്ട്. ഇനി 5-ാമത്തെ ആയത്തിനൊന്ന് പുറപ്പാട് ഓടിച്ച് അവസാനിപ്പിക്കാം. പുറപ്പാട് 5:1. അതിനുശേഷം മോശയും അഹ്റോനും ചെന്ന ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടത്. മരുഭൂമിയിൽ ഉത്സവമുണ്ട്. മതി. മരുഭൂമിയിൽ ഉത്സവമുണ്ട്. ഉത്സവം പഴയ നിയമ ഇസ്രായേലിന് 7 ഉത്സവങ്ങളാ. 7 പെരുന്നാളുകൾ, 7 ഉത്സവങ്ങളാ. പുതിയ നിയമ സഭയ്ക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഉത്സവം, നമുക്ക് തന്നിരിക്കുന്ന ഉത്സവം മറ്റൊന്നുമല്ല, സന്തോഷമാണ്. അതാ സങ്കീർത്തനക്കാരൻ ഒരു ഭാഷ പറഞ്ഞിട്ടുണ്ട്, ഒരു പദം. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ
സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമത്തെ ദൈവാലയത്തിൽ ചെന്നതോർത്ത് എന്റെ ഉള്ള എന്നിൽ പ്രൈസ്തലോ. നമുക്ക് ഉത്സവം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. ആ സന്തോഷം നമുക്ക് ജയോത്സവമാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവ് ജയിച്ചെഴുന്നേറ്റു. അവിടുന്ന് മരണത്തെ ജയിച്ചവനാ. മരണമേ നിന്റെ വിഷമുള്ളവിടെ, പാതാളമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചു. മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ തകർത്ത് മരണഭീതികളെ അടിമപ്പെട്ടിരുന്ന നമ്മെ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്ത് മരണത്തെ ജയിച്ച ജയാളിയാ ക്രിസ്തു. അതുകൊണ്ട് നമുക്ക് ജയോത്സവമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സന്തോഷമുണ്ട്. വേർപെട്ട ദൈവ കുഞ്ഞുങ്ങൾക്കേ സന്തോഷമുള്ളൂ. മറ്റുള്ളവർക്ക് അത്ര നമുക്ക് ചത്താൽ എന്നാ ജീവിച്ചാൽ എല്ലാം നമുക്ക് ആനന്ദമല്ലയോ അല്ലേ? ഉദ്ദേശം പാടിയ പാട്ടിൽ അറിയത്തില്ലേ? ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദമേ. മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോലും കാണാവതല്ലാത്തൊരാനന്ദമേ. ഈ മൺശരീരം ഉടയുന്ന നേരത്ത് വിൺശരീരം നമുക്കേകിടുമേ. അറിയത്തില്ലേ? അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എന്തോ ആനന്ദമാ. ഇവിടെ ആനന്ദിക്കാൻ വകയുള്ളത് നമുക്കാ. യഹോവയാകുന്ന യാഗ് നമ്മുടെ ബലമാ. പൗലോസ് പറഞ്ഞ് കർത്താവിൽ സന്തോഷിപ്പീ. പ്രൈസ് ദി ലോർഡ്. ഈ മരുഭൂമിയിൽ ആനന്ദം. ഒന്ന്, മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. രണ്ട്, മരുഭൂമിയിൽ ദൈവദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. മൂന്ന്, മരുഭൂമിയിൽ സ്തോത്രം എന്ന യാഗമുണ്ട്. നാല്, മരുഭൂമിയിൽ സന്തോഷമുണ്ട്, ഉത്സവം. ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. മരുഭൂമിയിൽ എന്തുണ്ട്? ഇടയ്ക്കത്തെ എല്ലാം ഞാനങ്ങ് വിടുക. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യം വായിച്ചേ. മരുഭൂമിയിൽ എന്തുണ്ട്? അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. മർക്കോസ് 1-ാം അധ്യായത്തിന്റെ 2-3 വായിച്ചു. ഞാൻ നിനക്ക് മുൻപായി എന്റെ ദൂതനെ അയക്കും. ഞാൻ നിനക്ക് മുമ്പായിട്ട് എന്റെ ദൂതനെ അയക്കും. അവൻ നിന്റെ വഴി അവൻ നിന്റെ വഴി ഒരുക്കും. കർത്താവിന്റെ വഴി ഒരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ എന്നും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക്. എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചു. മതി. അപ്പോൾ 5 മരുഭൂമിയിൽ സ്നാനമുണ്ട്. അതുകൂടെ പറയാതിരിക്കാൻ ഒക്കത്തില്ല. മരുഭൂമിയിൽ സ്നാനമുണ്ട്. സ്തോത്രം. ചില ആൾക്കാർ പറയും ഇവരെന്നാ പ്രസംഗിച്ചാലും ഒടുവിൽ അവിടെ വെക്കാതെ ഒക്കത്തില്ല. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല. അതിന് നല്ല ചന്ദ്രികാ സോപ്പും ലൈഫോയും പിന്നെ ഇപ്പം പിയേഴ്സും പിന്നെ മോട്ടിയും പിന്നെ വേറെ എന്നാ ചോട്ടിയും അല്ല പല സോപ്പുണ്ട് ജഡത്തിന്റെ അഴുക്ക് കളയാൻ. പിന്നെ ഇഞ്ചയോ തത്തുല്യമായതൊക്കെ ഇട്ട് തേച്ച് കുളിച്ചാൽ മതി. ഇത് ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിയാണ്. എങ്ങനാ സ്നാനപ്പെടേണ്ടത്? തർക്കമൊന്നും വേണ്ട. യേശു കാണിച്ചു തന്നേച്ചാ പോയത്. യേശു കാണിച്ചു തന്നു. യോഹന്നാന്റെ കൈ കീഴിൽ യോർദാൻ നദിയിൽ മുങ്ങി കാണിച്ചു. അതാ മാതൃക. മുങ്ങി പൊങ്ങി. അപ്പൊ മുങ്ങണം. മുങ്ങരുത്. മുങ്ങിയേച്ച് ഇതങ്ങ് മുങ്ങുക. അയർക്കുന്നത്ത് മുങ്ങിയാ പിന്നെ പനയാമ്പാലയിലേ പൊങ്ങുകയുള്ളൂ. മുങ്ങി പൊങ്ങണം. യേശു മാതൃക കാണിച്ചു തന്നു. ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം. യോഹന്നാൻ പറഞ്ഞത് ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് യേശു പറയുക. സകല നീതിയും നിവർത്തിക്കും നമുക്ക് ഉചിതമാണ്. സ്തോത്രം. സ്നാപക യോഹന്നാനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ. സ്നാപക യോഹന്നാനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. നമുക്ക് മാതൃകയാൻ തന്നെ തുടർന്നു പോകുക. നമുക്ക് മാതൃകയാൻ തന്നെ തുടർന്നു പോരുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ എടുത്തോണ്ടല്ല വന്നത് സ്നാനത്തിന്. പാവോ കരയരുത്, ഇപ്പൊ സ്നാനപ്പെടുത്താം.
നിബിളും കുപ്പിയും. പിന്നെ കൊച്ചുങ്ങൾക്ക് കെട്ടുന്നുണ്ടല്ലോ, എന്തോ അതിന് പറയുന്നത്, അങ്ങനൊന്നും അല്ല, ധ്യാനപ്പെടുത്താൻ കൊണ്ടുവന്നു. ഒരു വലിയ തന്തേനെയും തള്ളേനെയും കൂടെ ഇവിടെ നാട്ടിൽ ഒപ്പിച്ചോണ്ട് അതുങ്ങളും വന്ന് നിൽക്കുക, തലയെ തൊടാനും അങ്ങാണ്ട്. എൻ്റെ ചാക്കോച്ച അങ്ങനൊന്നും അല്ല സ്നാനം. യേശു നടന്നാ വന്നത്, അങ്ങനല്ലേ, നടന്നാ വന്ന സ്നാനം. അങ്ങനെ ആ സ്നാനത്തിന് വരണ്ട. വയ്യാത്തവരെ ഞങ്ങൾ കസാര ഇരുത്തുകയെല്ലാം ചെയ്യും. ഇതാ പ്രമാണം. സ്തോത്രം. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ഈ സ്നാനത്തിൽ 3 പേരാ സാക്ഷ്യം പറയുന്നത്: ആത്മാവ്, വെള്ളം, രക്തം. ആത്മാവ് സാക്ഷ്യം പറയും, ദൈവാത്മാവിനാൽ നിറയപ്പെടുകല്ലേ. ഉള്ളിൽ ആത്മാവ് വരുമ്പോഴല്ലോ ക്രിസ്തു രക്ഷിതാവെന്ന് പറയുന്നേ. ആത്മാവ് സാക്ഷ്യം പറയും. രക്തം സാക്ഷ്യം പറയും. ഈ വ്യക്തി പാപമേറ്റു പറഞ്ഞ് എന്റെ രക്തത്താൽ കടുകൽ പ്രാപിച്ചയാളാണ്. വെള്ളം സാക്ഷ്യം പറയും, അയ്യോ പമ്പയാറ്റിൽ, അല്ലെ കൊടൂരാറ്റിൽ, അല്ലെ മീനച്ചിലാറ്റില, അല്ലെ അവിടെ പാപചാന്റെ ഒക്കെ അവിടെ കുളത്തിനകത്ത് എവിടെയാലും വെള്ളം സാക്ഷ്യം പറയും. ഭൂമിയിൽ മൂവരല്ലോ സാക്ഷ്യം പറവതോർത്താൽ, ഭൂമിയിൽ മൂവരല്ലോ സാക്ഷ്യം പറവതോർത്താൽ, ആത്മാവു വെള്ളമതും പിന്നീട് ശോണിതവും, ആത്മാവു വെള്ളമതും പിന്നീട് ശോണിതവും, ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യം വഹിപ്പതി സമയേ, ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യം വഹിപ്പതി സമയേ. വെള്ളിക്കു തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ, വെള്ളിക്കു തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ, കൊള്ളിച്ചു മുൻകഴിഞ്ഞ കൊല്ലങ്ങ് ആകയവൻ, കൊള്ളിച്ചു മുൻകഴിഞ്ഞ കൊല്ലങ്ങള. എന്ത് നല്ല സൈമൺ സാറിന്റെ പാട്ട്, എന്ത് നല്ല കൃത്യമായിട്ടാണ്. ഇപ്പോഴും ചില പാട്ടുകളൊക്കെ ഉണ്ട്, ഞാൻ മറന്നുപോയി. എന്തുവാ അങ്ങോട്ട് വരുന്നില്ല. പിടിപ്പിക്കണെന്ന് തന്നെ മറന്നുപോയി. ഇത് പോരായി എന്നതാ, ഇത് പോരായി, നിന്റെ സാന്നിധ്യം പോരായി, ഇതൊന്നും പോരാ. ഇതുകൊണ്ടൊന്നും പേര് പാട്ട് പാടി പെരക്കകത്ത് വരാൻ യോഗ്യനല്ലോ. ഇപ്പൊ ഞാൻ ഇവിടെ വന്നാ പാടി, എവിടാ ഞാൻ വന്നപ്പോ ഇവിടല്ലേ പാടിയേ? ഇട നിന്റെ ഹൃദയത്തിൽ വന്നില്ലേ, അതുപോലെ എന്നതാണോ ലാലു വന്ന പാടി? ഒരു ഹിന്ദി പാട്ട് പാടി, അതിന്റെ അർത്ഥം എന്നായിരുന്നു? ഒരു ഹിന്ദി 121 എന്തുവാ? അല്ല അതും ശരിയാ. ഈ പാട്ടിന് ഞാൻ എതിരില്ല കേട്ടോ, പാട്ട് നല്ലതാ. ഉപദേശത്തിന് ഘടകവിരുദ്ധമായിട്ട് പാട്ട് എഴുതരുത്. ഏത് പാട്ടെഴുതിയാലും വചനം വെച്ച് കോട്ട് ചെയ്തോണം. അല്ലാതെ ട്യൂണ് കേട്ടോ ശൈലിയോ ഇളക്കം കണ്ട് പാടരുത്. പാട്ടിന് ഞാൻ എതിരില്ല, പാട്ടെഴുതിക്കോണം. പാട്ടെഴുതാൻ കൃപയുള്ളവര് പാട്ടെഴുതിക്കോണം. പക്ഷേ അടിസ്ഥാനം ഇതാ. എന്നാണൊരു പാട്ടുണ്ടായിരുന്നു, എന്നെ മണിപ്പന്തലും കണ്ടിട്ടുന്നോ, മധ്യാകാശത്തിങ്കൽ മണിപ്പന്തൽ, പ്യായ ഇടുന്നതാ മണിപ്പന്തൽ. ദാനിയേൽ പ്രവചനം എസക്കേലും പഠിക്കുമ്പം അവൻ മണിപ്പന്തലിടുവന്ന. പിന്നെ വേറൊരു പാട്ടുണ്ടായിരുന്നു തന്നെ, കടം കൊടുക്കാന്നിട്ട് ആ വഴി കൂടെ പോകാൻ മേല, കടക്കാരൻ നോക്കിയിരിക്കുക. അയാൾ ഇന്നാളും ചോദിച്ചു, തങ്കച്ചനെ ഇതിലേങ്ങ്, തങ്കച്ചൻ കയ്യാലെ ആടി അപ്പുറം കൂടെ പോവുക. എന്നിട്ട് ഇവിടെ വന്നിച്ച് പാടുക, വായ്പ വാങ്ങാനിട. എന്നതാടാ ചുമ്മാ കിടന്ന്. സ്തോത്രം.
ഞാനൊന്നും പറയുന്നില്ല. വെള്ളിക്ക് തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ കൊള്ളിച്ചു മുൻകഴിഞ്ഞ കൊല്ലങ്ങൾ ആ പഴയ മനുഷ്യനെ കുടിച്ചിടുക സ്നാനം. ആ പഴയ മനുഷ്യനുണ്ടല്ലോ, പാപ മനുഷ്യൻ, പുകവലിക്കുന്ന, മദ്യപിക്കുന്ന, ലഹരി പദാർത്ഥങ്ങൾ അനുഭവിച്ച് പാപങ്ങൾ ചെയ്ത് പാപ പ്രകൃതിയിൽ ജീവിച്ച പഴയ മനുഷ്യനെ, അവനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ പിന്നെ പൊങ്ങി വരുന്നത് പുത്തൻ മനുഷ്യനാണ്. അതാ സ്നാനത്തിന്റെ തത്വം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മരിച്ചു, കല്ലറയിൽ അടക്കി, 3-ാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അതാ സ്നാനത്തിന്റെ തത്വം. അങ്ങനെ സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോകത്തില്ല. സ്തോത്രം. കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞിട്ടുണ്ട്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. പെന്തിക്കോസുകാര് കണ്ടുപിടിച്ച മാർഗമല്ല, പണ്ട് മുതലേ സ്നാനമുള്ളതാ. ആ പെട്ടകത്തിൽ അല്പജന 8 പേര് അതുങ്ങൾ സ്നാനപ്പെട്ടു. മിസ്രയീം പുറപ്പെട്ടത് കൂട്ടമായിട്ട് അത് മുങ്ങി ഇക്കരെ കയറി. അങ്ങനെ പുസ്തകം മൊത്തം ഇതെന്നും ഒക്കാഞ്ഞിട്ട് തമ്പുരാൻ കാണിച്ചു തന്നു. എന്നിട്ട് നബി പിന്നെ വാശി പിടിച്ച് നിൽക്കുക. ചിലർ ആടിനെ വെള്ളത്തിറക്കാം. നിങ്ങൾ ആടിനെ ആടിനെ നമ്മൾ കൊണ്ട് ചാല് കണ്ട ആട് ഇങ്ങനെ നിൽക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ആട് നിൽക്കുന്നേ? നമ്മൾ കയറെ പിടിച്ച് ആടിറങ്ങുകയല്ല. പിന്നെ ഗത്യന്തരമില്ലാതെ എന്ന് ഇത് തോളെ വെച്ച് കൊണ്ടുപോകുന്ന മാർഗമല്ല. നീ വെള്ളത്തിൽ തന്നെ ഇറങ്ങി മുങ്ങണം. അതാ ശരിയായ സ്നാനം. അങ്ങനെയെങ്കിൽ ഒന്നുകൂടെ പറയാ, മരുഭൂമിയിൽ സ്നാനമുണ്ട്. ഇന്ന് രാത്രി സ്നാനപ്പെടാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ട്, സമർപ്പിക്ക്. ദൈവം നിങ്ങൾക്ക് അതിന് മുഖാന്തരം വരുത്തും. ഇത് പെന്തിക്കോസുകാരെ കണ്ടുപിടിച്ച മാർഗമല്ല, യേശുവിനോട് ചേരുവാനാ, യേശുക്രിസ്തുവിനെ ധരിക്കുവാനാ, അവിടുത്തെ കൽപ്പനയാ, അവിടുന്ന് കാണിക്കുന്ന മാതൃകയാ. ഇന്ന് രാത്രി നമുക്ക് സമർപ്പിക്കാം. 1, മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. 2, ദൈവദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. 3, സ്തോത്രം എന്ന യാഗമുണ്ട്. 4, ഉത്സവം എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. 5, സ്നാനമുണ്ട്. ഈ മരുഭൂമിയിൽ ആരും ക്ഷീണിച്ചു പോകരുത്, ആരും ഈ മരുഭൂമിയിൽ തളർന്നു പോകരുത്. എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പാട്ടിന്റെ 2 ശീലുകൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈകളടിച്ച് പാടി നമുക്ക് നമ്മുടെ കർത്താവ് ദൈവദാസന്മാരിഞ്ഞോട്ടൊന്ന് വന്നാട്ടെ. ആമേ. ഇപ്പൊ ഏതായാലും സമയം പോയി, അറസ്റ്റ് ചെയ്യാണ്, നമ്മളെ എല്ലാം കൊണ്ടുപോട്ടെ. സ്തോത്രം. ഒരു 2 ശീല് പാട്ട് പാടിയ ചെയ്യുന്ന നിർത്തുന്നുള്ളൂ. പോവാണ്, നമുക്ക് എല്ലാം കൂടെ പോകാം. ആരും പോകരുത്, എല്ലാവരും ഇങ്ങോട്ട് വാ, കൈയടിച്ച് പാട്ട് ഇങ്ങോട്ട് വാ. 2 ശീല് പാട്ട് പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. പാടി ആനന്ദിക്കും എന്നുള്ള പാട്ടാണ് നമ്മൾ പാടാൻ പോകുന്നത്. CS മാത്യുവിന്റെ പാട്ടാ. പാടി ആനന്ദിച്ച് തന്നെ ഇന്ന് രാത്രി പോണം. എത്ര നാളായി നമ്മളിങ്ങനെ ഒരു യോഗം കൂടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി പാടി ആനന്ദിച്ച് ആമൻ കർത്താവിന് ആമൻ കൈകളടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ണും തുറന്ന് ഇങ്ങനെ ബൾബ് നിൽക്കുമ്പോൾ നിൽക്കരുത്. കണ്ണടച്ച് കൈയടിച്ച് പാടി ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തണം. എല്ലാവരും അല്പസമയങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്വോത്രം പറഞ്ഞാട്ടെ. സ്വോത്രം ചെയ്താട്ടെ. എല്ലാവരും സ്വോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പാടിയാനെന്നിക്കും മമ പ്രിയനേ നിജ ഗുണഗണങ്ങൾ 10 കമ്പിയുള്ള വീണയിൽ ആനന്ദിക്കുമെന്നും 10 കമ്പിയുള്ള വീണയിൽ ആനന്ദിക്കുമെന്നും അവനിഞ്ഞ പ്രിയം വച്ചെന്നും പ്രിയനേ നിജ ഗുണഗണങ്ങൾ കമ്പിയുള്ള വീണയിൽ ആനന്ദിക്കുമെന്നും 10 കമ്പിയുള്ള വീണയിൽ ആനന്ദിക്കുമെന്നും പോലെ ചോലച്ച പ്രിയന്മാരിൽ എന്റെ പ്രിയനാണ് ഉത്തമ പ്രിയൻ. ചോലച്ച പ്രിയന്മാരിൽ എന്റെ